പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവമായ കർത്താവേ, ഒരു ദിവസം കൂടി ഞങ്ങളെ നീ കൂട്ടുവരുത്തി. കൃപയിലും നന്മയിലും ഇന്നുവരെയും ഞങ്ങളെ കാത്ത് പരിപാലിച്ചു. വേണ്ടതായ കൃപകളും അനുഗ്രഹങ്ങളും നൽകി അടിയങ്ങളെ വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. അടിയങ്ങളുടെ പാപങ്ങളെയും കുറവുകളെയും ബലഹീനതകളെയും ഓർക്കാതെ നന്മകളും അനുഗ്രഹങ്ങളും നൽകി അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കൂടി വരവ് അനുഗ്രഹത്തിനായി തീരണമേ. കേൾക്കുന്ന വചനങ്ങൾ 30, 60, 100 മേനിയായി ഫലം കായ്പാൻ തക്കവണ്ണം ഇടയാകണം. പരിശുദ്ധ 3 നോമ്പ് ഞങ്ങൾ അനുഭവിച്ചു, അനുഷ്ഠിച്ചു. വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുവാനായി ഞങ്ങൾ ഒരുങ്ങുന്നു. ഈ വരുന്ന ദിവസങ്ങൾ അതിനുള്ള ഒരുക്ക കാലമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാകും. കൃപയിലും നന്മയിലും ഞങ്ങളെ പരിപാലിക്കണമേ. പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. ഈ ലോകത്തെ മുഴുവനായും, ഞങ്ങൾ ദേശത്ത് പാർക്കുന്ന ഇടങ്ങളെയും, ഞങ്ങൾ വിട്ടുപോകുന്ന ഇടങ്ങളെയും, ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും, പട്ടിണിയിലും പ്രയാസത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും കഴിയുന്നവരെയും, ആവശ്യക്കാരെയും, രോഗികളെയും, പരദേശികളെയും എല്ലാവരെയും തിരുസന്നിധിയിൽ തരും. എല്ലാവർക്കും അവിടെ ഇടങ്ങളിലായി നിന്റെ കൃപയും കരുണയും നൽകണമേ. ഞങ്ങളുടെ കുറവുകളെ ഓർക്കരുതേ, ബലഹീനതകളെ ഓർക്കരുതേ. നന്മകളാലും അനുഗ്രഹങ്ങളാലും അടിയങ്ങളെ നിറയ്ക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ദൈവിക ശുശ്രൂഷകരെ അനുഗ്രഹിക്കണമേ. എല്ലാ പ്രസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണമേ. അത് നേതൃത്വം കൊടുക്കുന്നവരെയും അതിൽ പങ്കെടുക്കുന്നവരെയും എല്ലാം അനുഗ്രഹിക്കണം. ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിപ്പാനും ഞങ്ങൾക്കിടയാകും. ഞങ്ങളുടെ വാങ്ങിപ്പോരെ അബ്രഹാമെ പുനർവസിപ്പിക്കണം. രണ്ടാമത്തെവരെങ്കിലും ഒരുമിച്ച് കാണുവാൻ ഇടയാകും. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ആമേൻ. ക്രിയാദൈവത്തിന്റെ ആദിതന്യ നാമത്തിന് വീണ്ടും വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാർ ഇവാന്യസ് തിരുമേനിക്കും ആദരണീയരായ വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചുമ്മമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയും ഒപ്പം എല്ലാവരെയും ലോകമെമ്പാടുമുള്ള മക്കളെയും പ്രാർത്ഥനയും സമർപ്പിക്കുകയും ചെയ്യുന്നു. നാം ശുദ്ധീകരിക്കപ്പെടുവാനും നാം സൗഖ്യപ്പെടുവാനും ഒന്നിച്ചു സ്തുതിക്കുവാനും ദൈവമേ അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്നും പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രകാശിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്നും അപേക്ഷിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ 3 നോമ്പ് കഴിഞ്ഞ് വലിയ നോമ്പിലേക്ക് നാം കടക്കുന്നു. അതിനുള്ള ഒരു പ്രിപ്പറേഷന്റെ സമയമാകുന്നുവല്ലോ. ഇന്ന് പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത് ഷിക്കാഗോ റീജിയനിലെ സെന്റ് ഗ്രിഗോറിയസ് ചർച്ച് ആണ്. അവിടുത്തെ എല്ലാ ദൈവാലയങ്ങളെയും ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും കൊച്ചുമാരെയും മർത്തമറിയം സമാജ ഭാരവാഹികളെയും സമർപ്പിക്കുന്നു. റീജിയൻ സെക്രട്ടറി സ്മിത, എല്ലാ യൂണിറ്റ് സെക്രട്ടറി മെമ്പേഴ്സ് എല്ലാവരെയും സമർപ്പിക്കുന്നു. ധ്യാനപ്രസം നടത്തുന്ന ബഹുമാനപ്പെട്ട ഗ്രിഗോറി വർഗീസ് അച്ഛനെ സമർപ്പിക്കുന്നു. ഇന്ന് ബൈബിൾ വായിച്ച എല്ലാവരെയും സമർപ്പിക്കുന്നു. നമുക്ക് ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരാം. ഷർലി പണിക്കാൻ ഒരു പാട്ട് പാടി പ്രാർത്ഥന തുടരുന്നതായിരുന്നു. കേൾക്കാം. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നിന്റെ ദയ എൻ പ്രാണനെ കാത്തുകൊണ്ടതായി എന്റെ ആദരം നിന്നെ കീർത്തിക്കുമേ. എന്റെ ജീവകാലമെല്ലാം പുതുഗാനത്താൽ അതുല്യ നാമത്തെ സ്തുതിച്ചിടുമേ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നിന്റെ നാമമല്ലോ എന്നും എന്റെ ആശ്രയം, നിന്നിൽ മാത്രം ഞാനെന്നും ആനന്ദിക്കും. നിന്നിലല്ലോ നിത്യ ജീവ ഉറവാ,
ജീവവഴിയും നീ മാത്രമല്ലോ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നിന്റെ വലം കൈ എന്നെ താങ്ങി നടത്തും, എന്റെ കാലുകൾ തെല്ലും ഇടറിടാതെ. എന്റെ ഗമനത്തെ നീ സുസ്ഥിരമാക്കും, നിന്റെ വഴിയിൽ ഞാൻ നടക്കുവാനായി. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. പ്രിയപ്പെട്ട ഷാർലി പണിക്കരെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കും ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും സ്തോത്രം ചെയ്തുകൊണ്ടും നമ്മുടെ പ്രാർത്ഥന തുടരാം. ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്ന സമയമാകുന്നു. എല്ലാവരും ഒരുപോലെ വേദപുസ്തകം തുറന്നു വെച്ച് പ്രാർത്ഥനയോടെ ഇരിക്കണമേ. പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയർ 2:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പ്രിയപ്പെട്ട ഏലിയാമ്മ ജോസഫാണ് വായിക്കുന്നത്. ഏലിയാമ്മ. ഒന്നും ചെയ്യാതെ താഴ്മയോടെ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുകയും ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു മനുഷ്യദാസാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച ശേഷത്തിനും മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്ങൾ സ്വർലോകരുടെ ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങിയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. പ്രിയപ്പെട്ട ഏലിയാമ്മ ജോസഫിനെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ബ്രാഹ്മണൻ കൗമ പ്രാർത്ഥന ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതലെന്നും എന്നേക്കും തന്നെ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കണ്ണു ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കണ്ണു ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണു ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
പെണ്ണമേ നിന്റെ രാജ്യം രാജ്യം വരണമേ, വരണമേ, നിന്റെ ഈശം തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആവശ്യമുള്ള തരണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ പോലെ ഞങ്ങളോട് ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പരീക്ഷയിലേക്ക് ഞങ്ങളെ ഞങ്ങളെ പ്രവേശിപ്പിക്കും പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളും. രാജ്യവും ശക്തിയും മഹത്വവും ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വലിയ ഫലമായ ജലമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പറഗമോർ ലോകത്തെ രക്ഷിപ്പാനല്ലാതെ അതിനെ കുറ്റം വിധിപ്പാനായിട്ടല്ല വന്നിരിക്കുന്നതെന്ന് അരുളി ചെയ്തവനായ കർത്താവെ, നിന്റെ വിശുദ്ധ കഷ്ടാനുഭവങ്ങളാൽ രക്ഷപ്പെട്ടവരും നിന്റെ വലിയേറിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരുമായ ഞങ്ങളോട് കരുണയുണ്ടായി ഉത്തരം അരുളി ചെയ്യണമേ. കർത്താവെ, ഞങ്ങൾ നശിച്ചു പോകാതിരിപ്പാനായിട്ട് ഞങ്ങളോട് കൃപയുണ്ടാകണമേ. ഈ ദിവസങ്ങളും ഈ കാലങ്ങളും ഞങ്ങളെ പിടികൂടിയിരിക്കുന്നതിനാൽ നിന്റെ സ്ലീവായുടെ അടയാളം ഞങ്ങൾക്ക് പ്രകാശമായിരിക്കണമേ. കർത്താവെ, ഇടപെടാതെ നിന്നെ സ്തുതിപ്പാൻ മാലാഖമാരെ ഉണർത്തുന്നതായ ഉണർവും പരിശുദ്ധ റൂഹായുടെ വരവും ഞങ്ങൾക്കുണ്ടാകണമേ. ഉണ്ടാകുവാൻ തക്കതിൻവണ്ണം നിന്നെ സ്തുതിപ്പാനും ഞങ്ങൾക്ക് ശക്തിയില്ല. ശത്രു ഞങ്ങൾക്കായി പതിയിരിക്കുന്നു. നിന്റെ കരുണയാൽ ഞങ്ങളെ ഉണർത്തണമേ. നിന്റെ ദയവാൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. നിന്റെ കൃപയാൽ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ. നിന്റെ വരങ്ങളാൽ ഞങ്ങളെ ഐശ്വര്യപ്പെടുത്തണമേ. നിന്റെ കൽപ്പനകളുടെ വഴി ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ ബലിയാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നീ ഒഴികെ വേറൊരു ദൈവത്തെ ഞങ്ങളെ അറിയാതിരിക്കത്തക്കവണ്ണം നിന്റെ ദിവ്യ കഷ്ടാനുഭവങ്ങളുടെ നിയമപുസ്തകങ്ങൾ ഞങ്ങൾക്കും നിനക്കും ഇടയിൽ മധ്യസ്ഥത വഹിക്കുമാറാകണമേ. ശരിയായ വിധത്തിൽ നിന്നെ സ്തോത്രം ചെയ്യുവാനും വേണ്ട പ്രകാരം നിന്നെ വിശ്വസിപ്പാനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ വിശുദ്ധ റൂഹായും സ്തുതിപ്പാനും ഞങ്ങൾക്ക് ബോധം നൽകുകയും ചെയ്യണമേ. ആമീൻ. ബഹുമാനപ്പെട്ട ദിവ്യപ്രവചനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട സോനു ബാബു ഒരു പാട്ടുപാടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നു. Hi, good morning. Good morning. അനുഗ്രഹത്തിൻ അധിപതി ആനന്ദ കൃപാ പെരുന്നതിയേ അനുദിനം നിൻ പാദം ഗതിയേ അടിയാനു നിൻ കൃപാമതിയേ വൻമീനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം വല്ലഭൻ നീ എന്നഭയം വന്നിടുമോ പിന്നെ ഭയം അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപാ പെരുന്നതിയേ തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീനിയും തള്ളിടുമോ ഏഴയന്നേ തീരുമോ നിൻ സ്നേഹമെന്നിൽ തള്ളിടുമോ ഏഴയന്നേ തീരുമോ നിൻ സ്നേഹമെന്നിൽ തിരുക്കരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ
തേടും ഞാൻ നിൻ തണലിൽ. മരണദിനം വരുമളവിൽ മറഞ്ഞിടും ഞാൻ നിൻ മാറിടത്തിൽ. മരണദിനം വരുമളവിൽ മറഞ്ഞിടും ഞാൻ നിൻ മാറിടത്തിൽ. അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപാ പെരും നദിയേ അനുദിനം നിൻ പാദം ഗതിയേ ആടിയാനു നിൻ കൃപമതിയേ ആടിയാനു നിൻ കൃപമതിയേ. നമുക്ക് അവിടുത്തെ കൃപ മാത്രം മതി. നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിന്റെ കൃപ മാത്രം നമുക്ക് മതി. പ്രിയപ്പെട്ട സോനുവിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് മാതാവ് ജെസിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും നമ്മൾക്ക് ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നു. ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ, ബഹുമാനപ്പെട്ട ഗ്രിഗറി വർഗീസ് അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയമാകുന്നു. ഏറ്റവും പ്രാർത്ഥനയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന നാം മാത്രമല്ല, ലോകത്തെ എമ്പാടും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ധ്യാനം എല്ലാവർക്കും, ലോകമെമ്പാടുമുള്ളവർക്ക് സൗഖ്യമായി തീരുവാനും പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഏറ്റവും വന്യനായ ഗ്രിഗറി വർഗീസ് അച്ഛൻ, കർത്താവിൽ സ്നേഹമുള്ളവർ, പരിശുദ്ധ 3 നോമ്പ് നമ്മൾ പൂർത്തിയാക്കി വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് ഇടയ്ക്കുള്ള 18 ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു. നമ്മൾ പലപ്പോഴും അറിയുന്നത് പോലെ the 3-day Lent is the threshold of the great Lent. വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു വാതിലാണ്, പടിവാതിലാണ് 3 നോമ്പ് എന്ന് പറയുന്നത്. 3 നോമ്പ് യോനായുടെ നിനിവ പ്രസംഗം മാത്രമല്ല, അതിലൂടെ ഉരുത്തിരിയുന്ന ആ ജനത്തിന്റെ ജീവിതാനുഭവങ്ങളും മാറ്റങ്ങളും ഒക്കെ നമ്മൾ അതിലൂടെ നേടി. മനുഷ്യൻ ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് ദൈവത്തോടാണെന്ന് നമുക്കറിയാം. ആ ദൈവത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് മനുഷ്യൻ മാറിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഒരു വലിയ അനുഭവമാണ് ആദമും ഹവ്വയും ദൈവത്തിൽ നിന്ന് മാറിപ്പോയി. എന്നും സന്ധ്യയ്ക്ക് ദൈവത്തോട് അടുത്ത് നടന്നിരുന്ന 2 മനുഷ്യർ പെട്ടെന്ന് അവനിൽ നിന്ന് ഒരു ദിവസം അകന്നുപോയി. അകന്നുപോയത് മാത്രമല്ല, ദൈവത്തെ ഭയപ്പെടുകയും ചെയ്തു. സ്നേഹിതനായിരുന്നവർ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി, മാറി ജീവിക്കാൻ തുടങ്ങി. അന്നു മുതൽ ദൈവത്തെ ഒളിയിടങ്ങൾ അന്വേഷിച്ച് മനുഷ്യൻ ആയിത്തീർന്നു. അതുകൊണ്ട് അവസാനിച്ചില്ല, അവർക്ക് നഷ്ടപ്പെട്ട അത് ദൈവവുമായിട്ടുള്ള ഏറ്റവും വലിയ ബന്ധവുമായിരുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ അടിസ്ഥാനം ഉൾപ്പെടെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ അറിയാവുന്ന കാര്യം. ഇത് തന്നെയാണ് കായേനിലേക്കും ഹാബേലിലേക്കും വരുമ്പോഴും നമ്മൾ കാണുന്നത്. ദൈവത്തോടുള്ള ബന്ധം എവിടെയാ നഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, കായേനും ഹാബേലും ബലിയർപ്പിച്ചു. ഹാബേലിനോടുള്ള വൈരാഗ്യം കൊണ്ടല്ല യഥാർത്ഥത്തിൽ കായൻ ഹാബേലിനെ കൊല്ലുന്നു, മറിച്ച് ആരോടുള്ള പ്രശ്നം കൊണ്ടാണെന്ന് നമുക്കറിയാം, ദൈവത്തോടുള്ള വിരോധം കൊണ്ട്. അപ്പൊ മനുഷ്യന്റെ എല്ലാ ദൈവവിരുദ്ധ പ്രവർത്തനങ്ങളും, മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങളും, ലോകവിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നതിന്റെ കാരണം മനുഷ്യനോടുള്ള പ്രശ്നമല്ല, ദൈവത്തോടുള്ള പ്രശ്നം. അത് നമ്മളൊന്ന് ആഴത്തിലിരുന്ന് ചിന്തിച്ചാൽ അറിയാം. യോനാ നബി ആ രാജ്യത്ത് പോയി പ്രസംഗിക്കുമ്പോ, ആ ദേശത്ത് പോയി പ്രസംഗിക്കുമ്പോ അവരുടെ പ്രസംഗം, അവർ കേട്ട പ്രസംഗം
നാശത്തെക്കുറിച്ച് മാത്രം. പക്ഷേ നാശത്തെക്കുറിച്ച് മാത്രം കേട്ട പ്രസംഗത്തിൽ നിന്ന് ആരും അവരോട് തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെട്ടില്ല. പ്രസംഗത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായത് ഞങ്ങൾ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോയിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നു പോയി എന്ന് സ്വയം ചിന്തിക്കാനുള്ള അവസരമാണ്. അതാ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകന്മാരുടെ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ അവരുടെ വാക്കുകളോ അതിനപ്പുറത്ത് നമ്മൾ എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നു പോയി, എത്രമാത്രം തിരിച്ചു വരണം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ദൈവവചനം. മറ്റുള്ളവരെ വിധിക്കാനല്ല ദൈവവചനം. നമ്മൾ പലപ്പോഴും പ്രസംഗം കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നൊരു തോന്നൽ വരും. എന്നിട്ട് മറ്റുള്ളവരെ നമ്മൾ റിലേറ്റ് വിത്ത് അതേഴ്സ്. വി നെവർ റിലേറ്റ് ourselves. That's a problem when we hear the word of God. The word of God is to testify ourselves, to make witness what gave us. That's what we are going to gain from the hearing of the word of God. So, ഇത് നമുക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം 30, 60, 100 മേനിയായി ഇത് വർദ്ധിച്ചു വരാനാണ്. അവിടെ കേൾക്കുന്ന ഓരോരുത്തരും ദൈവവചനത്തിന്റെ കേൾവി എന്തിനു വേണ്ടിയാണ്? Why I am hearing this? It's not for others, it's for ourselves. നമുക്ക് വേണ്ടിയാണെന്നുള്ള ബോധ്യം. അതുകൊണ്ടാണ് പറയുന്നത് ദൈവവചനം ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇരുവായ്ത്തലയുള്ള വാളെന്ന് പറഞ്ഞാൽ അതാരാ ഉപയോഗിക്കുന്നത്? ഇരുവായ്ത്തലയുള്ള വാൾ ഉപയോഗിക്കുന്നത് ചാവേറുകളാണ്. എന്തിനാ? ചാവേറുകളുടെ പ്രത്യേകത എന്താ? മറ്റുള്ളവരെ കൊല്ലാനും സ്വയം മരിക്കാനുമാണ്. ഇപ്പൊ ദൈവവചനം പ്രസംഗിക്കുന്ന ആളിനും കേൾക്കുന്ന ആളിനും ഒരുപോലെ മുറിപ്പെടുത്തണം. ഇത് പ്രസംഗിക്കുന്ന ആള് പൂർണ്ണതയിലുള്ള ആളായിട്ടല്ല ഈ പ്രസംഗിക്കുന്നത്. വൈദികരായാലും അൽമായരായാലും സാധാരണ മനുഷ്യരായാലും പ്രസംഗിക്കുന്നത് ഞങ്ങളൊക്കെ പൂർണ്ണതയുള്ളവരും എല്ലാം തികഞ്ഞവരുമായതുകൊണ്ടല്ല. മറിച്ച് ഇത് അവനവനോട് തന്നെയുള്ള പ്രസംഗമാണ്. അത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടത്തക്ക രീതിയിൽ രണ്ടു കൂട്ടരും ഒരുപോലെ, അത് പറയുന്ന ആളും. അതുകൊണ്ടാ ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണെന്ന് പറയുന്നത്. മറ്റുള്ളവരെ മുറിപ്പെടുത്തണം, സ്വയം മുറിപ്പെടുകയും വേണം. അതുകൊണ്ട് ആ ദൈവവചനം നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയാകണം. അതിന് ദൈവം നിന്റെ പരിശുദ്ധ രൂഹമിലും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇന്നത്തെ ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ഗ്രിഗറി വർഗീസ് അച്ഛനാണ്. ഗ്രിഗറി വർഗീസ് അച്ഛൻ തുമ്പമൺ ഭദ്രാസനത്തിലെ മൈലപ്ര സെന്റ് ജോർജ് ഇടവക അംഗമാണ്. ഇപ്പോൾ കോന്നിക്ക് അടുത്തുള്ള കിഴക്കുപുറം സെന്റ് ജോർജ് ഇടവകയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനും ഞങ്ങൾ രണ്ടുപേരും ഒരു ഇടവകയാണ്, ഒരു നാട്ടുകാരാണ്. പ്രിയപ്പെട്ട അച്ഛനെ ക്ഷണിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടി അച്ഛൻ ഇതിന് സമ്മതിച്ചു. പ്രിയപ്പെട്ട അച്ഛൻ അതിനുവേണ്ടി സമയം കണ്ടെത്തി. ഇപ്പൊ തിരക്കുള്ള സമയമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും അറിയാവുന്ന പോലെ പത്തനംതിട്ടയിൽ വാക്കാങ്കുന്ന് കൺവെൻഷൻ, 3 നോമ്പിന്റെ കൺവെൻഷനും അതിന്റെ അനുബന്ധമായ ദിവസങ്ങളും ഒക്കെയാണ്. അവിടുത്തെ കൺവെൻഷൻ യോഗങ്ങളുടെ അനുബന്ധ ദിവസങ്ങളും ഒക്കെയാണ്. ആ തിരക്കിനിടയിലും പ്രിയപ്പെട്ട അച്ഛൻ നമ്മളുടെ കൂടെ ആയിരിക്കാൻ തക്കവണ്ണം ഇടയായി. പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം പ്രിയപ്പെട്ട അച്ഛനിലൂടെ നമ്മിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. പ്രിയപ്പെട്ട അച്ഛൻ നമ്മുടെ പത്തനംതിട്ടയിലുള്ള പ്രകാശധാര ദ സ്കൂൾ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾ അവിടുത്തെ ചുമതലയും വഹിക്കുന്നുണ്ട്. അവരോട് കൂടെ അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ അച്ഛൻ സജീവമായി പ്രവർത്തിക്കുകയും അതിന്റെ ചുമതലക്കാരനായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള അച്ഛന്റെ പ്രവർത്തനവും ഒക്കെ വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. ഒരുപാട് കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുകയും അവരെ പഠിപ്പിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ട അച്ഛൻ തന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ദൈവവചനം നമ്മോട് സംസാരിക്കുമ്പോൾ അത് അനുഗ്രഹമായി തീരും എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹപൂർവ്വം ഈ സമയത്ത് ദൈവവചന ഘോഷണത്തിനായിട്ട് ക്ഷണിക്കുകയും ചെയ്യും. നിൻ വചനം ധ്യാനിക്കുമ്പോ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി
നിൻമൊഴികൾ തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ഒരു നിമിഷം നമുക്ക് ദൈവസ്നേഹിതരെ വണക്കാം. ഞങ്ങളത്യധികം സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവാൻ ദൈവമേ, ഒരു പ്രഭാതത്തിലൂടെ അങ്ങനത്തെ തന്ന എല്ലാ കൃപയ്ക്കും കരുണയ്ക്കും എന്നോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തമ്പുരാനെ, പരീക്ഷകളിൽ അകപ്പെടാതെ വണ്ണം അതിന്റെ നോമ്പിനെ ഭംഗിയായി നോക്കുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും 17 ദിവസങ്ങൾക്ക് ശേഷം വലിയ നോമ്പിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നുവല്ലോ. തമ്പുരാനെ, ജീവിതത്തിൽ പുതിയൊരു അനുഭവത്തിലേക്ക്, നിന്റെ കഷ്ടാനുഭവങ്ങളിലൂടെ ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവമേ, അത് നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളൊക്കെയും പാപികളും ദോഷികളുമാകുന്നു, തിരുമുമ്പാകെ നിൽക്കാൻ അർഹതയില്ലാത്തവരാകുന്നു. എങ്കിലും തമ്പുരാനെ കരുണ ഞങ്ങളെ കാത്ത് പരിപാലിക്കുന്ന ആ വലിയ കൃപയെ ഓർത്ത് തിരുമുമ്പാകെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വെള്ളിയാഴ്ച ദിവസം കർത്താവെ, പ്രിയ അഭിഷിക്തനെയും പ്രിയ മക്കളെയും ഇപ്രകാരം തമ്പുരാൻ ഒരുമിച്ച് കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുവചന ധ്യാനവും തിരുവചന കീർത്തനങ്ങളുടെ പാരായണവും ഒക്കെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സുവിശേഷം ഒരിക്കലും ലജ്ജയ്ക്കായി തീരരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമഹത്വ നീതിയുടെ പ്രകാശനത്തിനുമായി ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും തമ്പുരാനെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരിയെ കണ്ടെത്തുവാനും ശരിയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകളാൽ നിറക്കണമേ. മാനവ മഹത്വം തിരുനാമത്തിന് തന്നെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. ഏറ്റവും ആദരണീയനായിരിക്കുന്ന പ്രിയപ്പെട്ട എബി എബ്രഹാം അച്ഛൻ, പ്രിയപ്പെട്ട മത്തരംഗം സമാജത്തിന്റെ പ്രവർത്തകരെ, ക്രിസ്തുയേശു നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട എബി അച്ഛൻ എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിൽ ആദ്യമേ നന്ദി അറിയിക്കുന്നു. എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകൻ എന്ന നിലയിൽ അന്ന് മുതൽ ഇന്ന് വരെയും കൂടെ ഇരുന്ന് വഴി നടത്തിയ എല്ലാ കരുതലിനും കൃപയ്ക്കും ആദ്യമേ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തിരുവനന്തപുരത്തിൽ നിന്ന് അല്പസമയം ചിന്തിക്കുവാൻ തക്കവണ്ണം ചൊരിഞ്ഞു തന്ന ഈ അവസരത്തിനായി സ്തുതിക്കുന്നു. എല്ലാ നന്ദിയും അറിയിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിലേക്ക് കടക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവജനമേ, 3 നോമ്പിന് ശേഷം 18 അടയിലാണ് നാം 18 ദിവസങ്ങൾക്ക് ശേഷം വലിയ നോമ്പിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഈ അവസരത്തിൽ നോമ്പ് മനുഷ്യരെ മാലാഖമാരാക്കുന്ന അപൂർവ സന്ദർഭമാണ്. ഇത് തക്കവണ്ണം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ നോമ്പിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പള്ളികളൊക്കെ കൂടുതലായി പോകുന്നു, വിശുദ്ധ കുമ്പസാരം നടത്തുന്നു, വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു, ദൈവികമായി വളരുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്: ജനനം, മരണം, ന്യായവിധി. ഇത് 3 പ്രധാനപ്പെട്ട സംഗതികൾ. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുമ്പോൾ അവന്റെ ജീവിതം കൊണ്ടാണ് ന്യായവിധിക്ക് അവൻ ഇടയാകുന്നത്. മരണം കൊണ്ടല്ല ഒരു മനുഷ്യന് ന്യായവിധിക്ക് ഇടയാകുന്നത്. ഓരോ മനുഷ്യന്റെയും ജീവിതം കൊണ്ടാണ് മനുഷ്യൻ ന്യായവിധിയിലേക്ക് കടക്കുന്നത്. എല്ലാ മനുഷ്യർക്കും ന്യായവിധിയുണ്ട്. നമ്മുടെ ഇഹലോക ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾക്ക് അനുസരിച്ച് എനിക്ക് നിങ്ങൾക്കും ശിക്ഷയുണ്ട് എന്ന് തിരുവചനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയ ദൈവജനമേ, ഇന്നത്തെ ചിന്തയിൽ അല്പസമയം ആയിരിക്കേണ്ടെന്ന് ആഗ്രഹിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 34 മുതലുള്ള വാക്യം, 34 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിലാണ്. അവിടെ ന്യായവിധിയെ പറ്റിയാണ് തന്ത്രം നമ്മളോട് പറയുന്നത്, ഒരു ഉപമയിലൂടെയാണ്. എന്താണ് ആ ഉപമ എന്ന് ചോദിച്ചാൽ, ഇടയൻ ചെമ്മരി ആടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ അന്ത്യന്യായവിധിയിൽ ദൈവം മനുഷ്യരെ വേർതിരിക്കുന്നു. അവിടെയും പക്ഷമുണ്ട്. എല്ലാ ഇടങ്ങളിലും പക്ഷങ്ങളുണ്ട്. ഒന്നിൽ ഇടതുപക്ഷം, ഒന്നിൽ വലതുപക്ഷം. ഇവിടെ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. ഇടയൻ, ഉദാഹരണ സഹിതം പറഞ്ഞിരിക്കുന്നത്, ഇടയൻ എപ്രകാരമാണ് ചെമ്മരി ആടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത്.
അത് രണ്ടും വേർതിരിച്ചിട്ട് രണ്ടിന്റെയും ജീവിതത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അവയെ തമ്മിൽ വേർതിരിക്കുന്നതിടെ അവരുടെ പ്രവൃത്തി കൊണ്ടും അവരുടെ രൂപം കൊണ്ടും അവരുടെ സ്വഭാവ സവിശേഷതകൾ കൊണ്ടും രണ്ടും വ്യത്യസ്തരാണ്. എത്ര ഇടകലർന്നാലും തന്റെ ആലയിലേക്ക് ഇടയൻ ആടുകളെ അവസാനം കൂട്ടിച്ചേർക്കുമ്പോൾ വേർതിരിച്ച് ചെമ്മരിയാടുകൾക്ക് ഒരിടം, കോലാടുകൾക്ക് ഒരിടം. ആ രൂപമയാണ് പാലസ്തീന പശ്ചാത്തലത്തിൽ ക്രിസ്തു ന്യായവിധിയെ പറ്റി പറയുമ്പോൾ അവരോട് പറയുന്നത്. എന്താണ് അതിനെ പ്രത്യേകതയായിട്ട് പറയുന്നത്? അവർക്ക് അറിയാവുന്ന പരിസ്ഥിതി. നമ്മൾ പലപ്പോഴും പ്രസംഗിക്കുമ്പോഴും ദൈവജനത്തിൽ നിന്ന് സംസാരിക്കുമ്പോഴും അല്ലെ ആരോടെങ്കിലും ഒരു കാര്യം പറയുമ്പോഴും ആ സ്ഥലകാലങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ ആളുകൾക്ക് അത് മനസ്സിലാകാൻ പ്രയാസമുണ്ടാകും. തിരുവചനത്തിന്റെ കൂടുതൽ കാര്യങ്ങളും മുന്തിരിയെ പറ്റിയും അത്തിയെപ്പറ്റിയും ഒക്കെ പറയാൻ കാരണം പാലസ്തീനോട് അനുബന്ധിച്ച് ചുറ്റുപാട് അവർക്ക് കാണാവുന്ന കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പറയുമ്പോൾ കൂടുതൽ അത് ഫലവത്താകും എന്നതുകൊണ്ടാണ് തമ്പുരാൻ അപ്രകാരമുള്ള ഉപമ പറഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അന്ത്യന്യായവിധി എപ്രകാരം എന്ന് ചോദിക്കുമ്പോൾ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുമ്പോൾ എന്നിട്ട് വലതുവശത്തുള്ളവരോട് പറയുന്ന ശബ്ദമാണ് ന്യായവിധിയിൽ ആദ്യം നമ്മൾ കേൾക്കുവാൻ ഇടയാകുന്നത്. ഇപ്രകാരമാണ് പറഞ്ഞത്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുകയും ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുകയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. ഇതൊരു വലിയ ആഹ്വാനമാണ്. എന്താണ് ഈ ആഹ്വാനത്തിന്റെ അടിസ്ഥാനം എന്ന് അടുത്ത വാക്കിലേക്ക് പറയുന്നു. എന്താണ്? അനുഗ്രഹിക്കപ്പെട്ട ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടു. ആ പിതാവിന്റെ അനുഗ്രഹത്തിന് കാരണമായി മാറുന്ന ചില സന്ദർഭങ്ങളെ പറ്റി പറയാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ ഇപ്രകാരമാണ്. അതിൽ 35-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. ഇതാണ് വലതുവശത്ത് നിൽക്കുന്ന നീതിമാന്മാർ എന്ന് തിരുവചനം സാക്ഷിക്കുന്നവരോട് പറയുന്ന ശബ്ദത്തിന്റെ ശബ്ദം. എന്താണ് ഈ ശബ്ദത്തിന്റെ അടിസ്ഥാനം? എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗ്ഗരാജ്യം അവകാശമായിക്കൊള്ളുവീൻ. ഇത് ഈ പ്രവർത്തി നമ്മൾ എല്ലാവരും ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മുടെ ന്യായവിസ്താരത്തിന്റെ അടിസ്ഥാനം. അവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങളിൽ എവിടെയെങ്കിലും പ്രാർത്ഥനയെ പറ്റി കൂടുതലായി പറയുന്നില്ല. പ്രവൃത്തിയെ പറ്റിയാണ് കൂടുതലായിട്ട് പറയുന്നത്. എന്തൊക്കെ പ്രവർത്തനം? ക്രിസ്തു സാക്ഷ്യത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ഇതിനെപ്പറ്റി പറയാം. ക്രിസ്തു സാക്ഷ്യം എന്താണ്? ക്രിസ്തു സാക്ഷ്യം ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നു. തന്റെ ഭരണ ശുശ്രൂഷയിൽ ക്രിസ്തു ചെയ്ത് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ സമൂഹത്തിലെ അബലരായിരുന്ന, അശരണരായിരുന്ന, പാവങ്ങളായിരുന്ന ആളുകൾക്ക് അവരുടെ ജീവിതവുമായി ചേർന്ന് അതിനെ ഉദ്ധരിക്കുവാൻ, അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ക്രിസ്തു നൽകിയ ബലമാണ് നമ്മളുടെ ജീവിതത്തിൽ ന്യായവിധിയിൽ നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീരുന്നത്. ക്രിസ്തു ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ഇവിടെ വിശക്കുന്നവന് ഭക്ഷണം നൽകുക എന്നതാണ് ന്യായവിധിയിൽ വലതുഭാഗത്തേക്ക് നമ്മളെ മാറ്റി നിർത്താനുള്ള ഒന്നാമത്തെ ഘടകമായി. ആരാണ് വിശക്കുന്നവൻ? കയ്യിൽ കാശുണ്ടായിട്ട് ലുബ്ധിച്ച് വിശന്നിരിക്കുന്നവനല്ല, യാതൊന്നും കയ്യിലില്ലാതെ ഭിക്ഷയെടുക്കുന്നവനോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വകയില്ലാതെ കൈ നീട്ടുന്നവനോ ആയ ആളുകളെ ചേർത്ത് കൊള്ളുന്നവൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. ഇത്രയും കൂട്ടം കാര്യങ്ങൾ തിരുവചനത്തിൽ നമ്മളെ ഒരു ഓഫറായിട്ട് വെച്ചിരിക്കുകയാണ്. നിത്യജീവിതത്തിൽ ഇതൊക്കെ അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും കപട പ്രാർത്ഥനകൾക്ക് അപ്പുറമായി ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ ഇടയാകുന്ന പ്രവൃത്തികളാണ്. അത് ചെയ്യാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ നമ്മൾ ഈ പ്രവൃത്തികളൊക്കെ ആർക്കാണ് നൽകുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ സഹായിക്കുന്നത് ആരെയാണ്? നമ്മളെ സഹായിക്കുന്നവരെ തിരിച്ചു സഹായിക്കുക എന്നൊരു പ്രതിഭാസത്തിലാണ് നമ്മൾ പലപ്പോഴും ആകുന്നത്. നമുക്ക് തീർത്തും അപരിചിതരായ ആളുകളെ സഹായിക്കുന്ന ആളുകൾ വളരെ കുറവ് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ലാഭമുണ്ട്. ഇപ്പൊ പലപ്പോഴും കാണുന്ന ഒരു പ്രവണത
നമ്മൾ പലയിടത്തും സഹായങ്ങളൊക്കെ നൽകുന്നു. ഒന്നിൽ നോട്ടീസിൽ പേര് വെക്കണം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് ടാക്സിൽ ഇളവിലൊക്കെ കിട്ടണം. ഒരിടത്ത് കുറച്ച് പൈസ കൊടുത്താൽ എനിക്ക് ടാക്സിൽ കുറെ ഇളവ് കിട്ടും എന്നത് വെച്ചുകൊണ്ട് നമ്മൾ ദാനം കൊടുക്കാൻ ഇടയാകരുത്. കാരണം നമ്മൾ ടാക്സിന് വേണ്ടി എക്സെപ്ഷന് വേണ്ടി നമ്മൾ പേപ്പർ കൊടുക്കുമ്പോൾ ഇത് കൃപാനം ചെയ്താൽ നമുക്ക് കുറവ് കിട്ടുമെങ്കിൽ അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ലാഭത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ദാനം നൽകുന്നു. പക്ഷെ ക്രിസ്തു നമ്മളോട് പറയുന്നത് അതല്ല. എന്താണ് ചെയ്യേണ്ടത്? അവിടെ ഇപ്രകാരം നീതിമാന്മാർ എന്ന് പറയുന്ന ആളുകളെ പറ്റി പറഞ്ഞു. 37-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവെ, ഞങ്ങൾ നിന്നെ എപ്പോഴാണ് ഇപ്രകാരമൊക്കെ കണ്ടത്? ഒരിക്കലും അവർ ക്രിസ്തുവിനെ വിശന്നിരുന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ കൊടുത്തില്ല. ക്രിസ്തു ദാഹിക്കുന്നത് കണ്ടിട്ട് അവർ കുളിപ്പാൻ കൊടുത്തില്ല. ക്രിസ്തു തടവിലെന്ന് കണ്ടവർ കാണാൻ ചെന്നില്ല. ക്രിസ്തു രോഗിയായി കട്ടിലിൽ കിടക്കുന്നു, ശുശ്രൂഷിപ്പാൻ ചെന്നില്ല. ക്രിസ്തു പരദേശി ആയിരുന്നപ്പോ അവനെ ചേർത്ത് കൊണ്ടില്ല. അപ്പോഴാണ് ക്രിസ്തു പറയുന്ന വേദഭാഗം. അത് നീതിമാന്മാർ അവനോട് പറയുമ്പോൾ ക്രിസ്തു എപ്പോഴാണ് പറയുന്നു? ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, ഈ എളിയവരിൽ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുവൻ ഞങ്ങൾ ചെയ്തിടത്തോളം എല്ലാം ചെയ്തത് എനിക്ക് ആകുന്നു എന്ന് സത്യമായി ഞങ്ങളോട് 40-ാമത്തെ വാക്യം. എന്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുവൻ ഞങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആരെയാണ് വിശക്കുമ്പോൾ ഭക്ഷണം നൽകുന്നത്? വിശപ്പില്ലാത്തതിന് ഭക്ഷണം നൽകുന്നത്. ക്രിസ്തു ഒരിക്കലും ഇവിടെ പറയുന്നില്ല അച്ഛന് ഭക്ഷണം കൊടുത്തത് കൊണ്ട് ദൈവരാജ്യം അവകാശമാക്കുമെന്ന് പറയുന്നില്ല. അല്ല, തിരുമേനിക്ക് ഭക്ഷണം വിളമ്പിയത് കൊണ്ട് ദൈവരാജ്യം കിട്ടുമെന്ന് പറയുന്നില്ല. അല്ല, കത്തോലിക്ക ബാവായിക്കോ അല്ലെ പ്രസിഡന്റിനോ അല്ലെ പ്രമുഖർക്ക് ആർക്കെങ്കിലും ഭക്ഷണം വിളമ്പുന്നത് കൊണ്ട് ദൈവരാജ്യം ലഭ്യമാകുന്നില്ല. ന്യായവിധിയിൽ നിനക്ക് ആശ്വാസം ലഭ്യമാകത്തില്ല. ഇനി അതിലേക്ക് കടക്കണമെങ്കിൽ എളിയവരിൽ ഒരുവന് ചെയ്ത സഹായമാണ് അത്. ആരാണ് എളിയവൻ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളിൽ ഇടയിൽ നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്ന ചില ഇടങ്ങളുണ്ട്. ആരെയാണ്? ദുർബലരായിരിക്കുന്ന, അസ്ഥിക്ക് വകയില്ലാതെ പോകുന്ന പല ആളുകളുമുണ്ട്. അത് എല്ലായിടത്തും ഉണ്ട്. അത്തരം ആളുകളെ കാണുമ്പോൾ ഇന്നിന്റെ സമൂഹത്തിന്റെ പ്രത്യേകത മുഖം തിരിച്ചു പോകുന്ന സമൂഹമാണ്. ഇന്ന് ചോദിക്കും, ഇന്ത്യയെ പോലുള്ള സമ്പദ് വ്യവസ്ഥയിൽ ദാരിദ്ര്യം ഏറിയ പങ്കുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു നാടുകളിൽ അപ്രകാരം തന്നെ സമൂഹത്തിൽ ദുർബലരായ ആളുകളുണ്ട്, കൈനീട്ടുവാൻ മടിക്കുന്നവരുണ്ട്. അങ്ങനെ ആയിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ സഹായങ്ങൾ നൽകുമ്പോൾ അവിടെയാണ് നമുക്ക് ഡിപ്പോസിറ്റ് ഉണ്ടാകുന്നത്. ഡിപ്പോസിറ്റ് ഉണ്ടാകുന്നത് നമ്മൾ എത്ര കൂട്ടി വെച്ചാൽ, ഒന്ന് ആലോചിച്ച് നോക്കുക. ജീവിതത്തിൽ ആയുഷ്കാലം മുഴുവൻ സമ്പാദിച്ച് എന്തെങ്കിലും കൊണ്ടുപോകാൻ സാധിക്കുന്നത്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണത്തെ പറ്റി നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. കുറേയേറെ രാജ്യങ്ങൾ അദ്ദേഹം പിടിച്ചു, തന്റെ അധീനതയിലാക്കി. പക്ഷേ ശവപ്പെട്ടിക്കുള്ളിലായിരിക്കുമ്പോൾ ഇരു കൈകളും പുറത്തേക്ക് ഇട്ടിട്ട് അത് തുറന്നിട്ട്, കാരണം ഒന്നും കൊണ്ടുപോകാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം. ഒരു വലിയ വീട്ടിൽ ഒരു അമ്മച്ചി വളരെ ആഠ്യതയോടുകൂടി ജീവിച്ചു. പക്ഷെ അവസാനം മരണസമയത്ത് മരിച്ചു. ശവപ്പെട്ടിയിലൊക്കെ ആക്കി ഡ്രസ്സൊക്കെ ചെയ്ത് ഭംഗിയാക്കി വെച്ചു. പക്ഷേ നല്ലൊരു ശ്വാസപ്പ ഇടുവാൻ തക്കവണ്ണം ആ കുടുംബങ്ങളും മക്കൾ ആരും തയ്യാറായില്ല. നമ്മൾ കിട്ടുന്നതിൽ ഏറ്റവും ലോക്കലായ ഞാൻ പറഞ്ഞു, അവിടെ മോനെ ഒരു നല്ല ശ്വാസപ്പ മേടിച്ചുകൊണ്ട് അമ്മച്ചിക്ക് ഇതൊക്കെ മതി എന്ന് പറഞ്ഞ അവസരമുണ്ട്. കാരണം പക്ഷെ അമ്മച്ചിയുടെ നിക്ഷേപം കോടികളായിരുന്നു ആസ്തികൾ. ഒരു ശവപ്പെട്ടിയിലേക്ക് പോലും അത് കൊണ്ടുപോകാൻ തക്കവണ്ണം സാധ്യമാകാത്ത മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. പിന്നെ എന്തിനു വേണ്ടിയാണ് ഓടുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഓട്ടങ്ങളൊക്കെ പലപ്പോഴും നിരർത്ഥകമാണ്. നേടുന്ന സമ്പത്ത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ സമ്പത്തൊക്കെ ഉണ്ടാകണം. പക്ഷേ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ സമ്പാദിച്ച് തലമുറകൾക്ക് വെച്ചത് എന്തിനു ഉപകാരപ്പെടുമെന്ന് ചിന്തിക്കുമ്പോൾ നിനക്ക് ന്യായവിധി ഉണ്ടെന്ന് ചിന്തിക്കുക. നിന്റെ സമീപത്തുള്ള വിശക്കുന്നവനെ കണ്ടില്ലെങ്കിൽ ദൈവരാജ്യത്തിന് നീ അർഹനല്ല. ദാഹിക്കുന്നവന് നീ വെള്ളം കൊടുക്കുന്നില്ലെങ്കിൽ നീ ദൈവരാജ്യത്തിന് അർഹനല്ല. നീ രോഗിയായിരുന്ന ആൾക്ക് ചെന്ന് കാണുവാൻ ഇടയാകും. നിന്റെ ബന്ധുക്കാരെയോ ചാർച്ചക്കാരെയോ അയൽക്കാരെയോ അല്ല. നിനക്ക് യാതൊരു പരിചയമില്ലാത്ത എളിയവനെ ചെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ അവസാനം പറയുന്നതാണ് തടവിലായി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തടവിലായ ആളുകളെ പോയി കണ്ടിട്ടുള്ള എത്ര പേര് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലുണ്ട്? നമ്മൾ തടവിലുള്ളവരെ പറ്റി വിചാരിക്കുന്നത് എന്താണ്? ലോകത്തിലെ ഏറ്റവും കൊടും കുറ്റവാളികളാണ് അവിടെ
ആയിരിക്കണം. പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ പിടിക്കപ്പെടാത്ത കള്ളന്മാരും ഒരു പിടിക്കപ്പെട്ട കള്ളന്മാരുമാണ്. ഈ രണ്ട് വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പിടിക്കപ്പെട്ടിട്ടില്ല, അവർ പിടിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നമ്മുടെ മനസ്സാക്ഷോട് ചോദിക്കുക, നമ്മൾ ചെയ്ത പല കള്ളങ്ങളും തെറ്റുകളും ഒന്ന് പിടിക്കപ്പെട്ടിരുന്നുവെങ്കിൽ നമ്മുടെ സ്ഥാനം എവിടെയായിരുന്നു? പക്ഷേ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അവിടെ താമസിക്കുന്ന ആളുകൾ തീരെ കാണാൻ കൊള്ളാത്തവർ, നികൃഷ്ടരുമാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നീതിമാന്മാരെന്ന് നടിക്കുമ്പോൾ ക്രിസ്തു പറയുന്നു, നിങ്ങൾ തടവിലായിരുന്നതിനെ പോയി കാണണം. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ നോമ്പ് നമുക്ക് അത്തരം ഒരു അനുഭവത്തിന് കാരണമായി തീർക്കണം. കാരണം നോമ്പിൽ നമ്മൾ കുമ്പിടുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കുമ്പസാരിക്കും, വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതൊക്കെ ചെയ്യും. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൂടെ നോമ്പ് നമ്മളെ സഞ്ചരിക്കാൻ തക്കോണം ഇടയാകണം. അല്ലാതെ അതര വ്യായാമം കൊണ്ടോ പ്രാർത്ഥനകൾ കൊണ്ടോ പുറംപൂച്ചിനായുള്ള കുമ്പിടികൾ കൊണ്ടോ കയ്യിൽ തഴമ്പ് കാണിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം കൊണ്ടോ ഒന്നും അല്ല നോമ്പിലേക്ക് കടന്നു വരേണ്ടത്. ദൈവസംഭവമായി എനിക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളുടെ പൂർണ്ണ ബോധത്തിലായിരിക്കുമ്പോൾ ക്രിസ്തു എന്തിനാണ് ലോകത്തിലേക്ക് വന്നതെന്ന് ചിന്തിച്ചു കൊള്ളുക. ക്രിസ്തു ആയിരിക്കുന്ന ഇടത്തിൽ ദുർബലർക്ക് സങ്കേതമായി തീരുവാനാണ്. പരീശന്മാരും സദൂക്യരും പലപ്പോഴും കർത്താവിനെ കുറ്റം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, അവൻ പാപിയായ ആളുകളോടുകൂടിയാണ് സഹവസിക്കുന്നത് എന്നാണ് കർത്താവിനെ പറ്റി പറഞ്ഞ പ്രധാനപ്പെട്ട. കാരണം ചുങ്കക്കാരും വേശ്യാസ്ത്രീകളും ക്രിസ്തുവിന്റെ അടുക്കൽ ധാരാളമായി കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അവരോടൊപ്പം അവരെ മാനസാന്തരത്തിലേക്കും നന്മകളിലേക്കും വഴി നടത്താൻ ക്രിസ്തു ശ്രമിക്കുമ്പോൾ ഇന്നിന്റെ ലോകത്തിൽ നമ്മളും ക്രിസ്ത്യാനി എന്ന് വിചാരിച്ച് നടക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ആയിരിക്കുന്ന സദൂക്യരെയും പരീശന്റെയും പോലെയാണ്. കാരണം നമ്മൾ ന്യായം വിധിക്കാനിരിക്കുന്നത് സമൂഹത്തിൽ ദുർബലരായവരെ കൂട്ടിച്ചേർക്കുവാനല്ല, പലപ്പോഴും സമൂഹത്തിന്റെ പരിപ്രേക്ഷ്യങ്ങളായ യഥാർത്ഥ മുഖങ്ങളായ ദുർബലരായ ആളുകൾക്ക് സങ്കേതമായി തീരുവാൻ ക്രിസ്ത്യാനിക്ക്. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറഞ്ഞത്, കുരുകിനൊരു വീടും മേൽപക്ഷത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്ന യഹോവ നിന്റെ ആലയത്തെ തന്നെ. അതാണ് യഹോവയുടെ ആലയം. സമൂഹത്തിലെ ദുർബലരായവർക്ക് നമ്മുടെ ജീവിതം കൊണ്ട് സങ്കേതമാകണം, ദേവാലയം കൊണ്ട് സങ്കേതമാകണം. ഇവിടെ വലതുവശത്തുള്ളവരോട് ഇപ്രകാരം പറഞ്ഞതിന് ശേഷം അടുത്തതായി പറഞ്ഞ ഇടതുഭാഗത്തുള്ളവരാണ് ഇപ്രകാരം പറയുന്നത്. ശപിക്കപ്പെട്ടവർ 41 വാക്യം, എന്നെ വിട്ട് പിശാചിനും അവൻ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. അവരോട് പറയുന്നു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല, പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അവൻ അരുളി ചെയ്തു. അപ്പോൾ അവർ പറയുന്നു, കർത്താവേ, ഇന്ന് ഞങ്ങൾ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ തടവുകാരനായി എപ്പോൾ കണ്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു? അവരോട് ഇപ്രകാരം പറയുന്നു, ഈ ഏറ്റവും ചെറിയ ഒരുവന് നിനക്ക് ചെയ്യാത്തിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു. ദൈവജനമേ, ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കാൻ തക്കവണ്ണം ഏറെ ഉണ്ട്. കാരണം ക്രിസ്തുവിനെ വിശക്കുന്നവനായോ ദാഹിക്കുന്നവനായോ രോഗിയായോ തടവിലായോ പരദേശിയായോ കണ്ടുകിട്ടിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായും ശുശ്രൂഷിക്കുമായിരുന്നു, ഇതൊക്കെ നൽകുമായിരുന്നു. നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ക്രിസ്തുവിനെ പറ്റി നമുക്കൊരു രൂപവും ഭാവവും ഉണ്ട്. ആ രൂപത്തിൽ മാത്രമേ ക്രിസ്തു കടന്നു വന്നെങ്കിൽ മാത്രമേ നമ്മൾ കൈക്കൊള്ളുവാൻ ഇടയാകത്തുള്ളൂ. പക്ഷേ ക്രിസ്തു ഇപ്രകാരമാണ് തിരുവചനത്തിൽ പറയുന്നത്, ചെറിയവനായ ഇവന് ചെയ്തിടത്തോളം ഒക്കെ എനിക്ക് ചെയ്തതാകുന്നു. ആരാണ് ചെറിയവൻ എന്നത്? രൂപം കൊണ്ടുള്ള ചെറുതല്ല ക്രിസ്തു ഉദ്ദേശിക്കുന്നത്. ദുർബലതയുള്ള ആളുകൾ, വിശപ്പിന്റെ ദുർബലതയുള്ളത്, ആഹാരത്തിന്റെ ദുർബലതയുള്ളവൻ, വെള്ളത്തിനായി ദാഹിക്കുന്നവൻ, തനിക്ക് ആയിരിക്കുന്ന നാട്ടിൽ ജീവിക്കുന്ന സാഹചര്യമില്ലാതെ വേറൊരു നാട്ടിലേക്ക് വരുമ്പോ അവനെ അന്യനെന്ന് കണ്ട് അകറ്റി നിർത്താതെ ചേർത്ത് കൊള്ളുന്നവൻ, രോഗിയായി കിടക്കുന്നവനെ കരുതുന്നവൻ ഈ ആളാണ്. ഇപ്പൊ നമുക്കറിയാം, നാട് കടത്തലിന്റെ കാലമൊക്കെയാണ്. അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരായ ആളുകളെയൊക്കെ കടത്തി വരുന്നതിനെ പറ്റി നാട്ടിൽ വെല്ലുവിളികളും അതിനെപ്പറ്റിയുള്ള രാഷ്ട്രീയ ആരോപണങ്ങളും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ എന്താണ് പരദേശിയെ ചേർത്ത് കൊള്ളണമെന്ന് ക്രിസ്തുവിനെ പഠിപ്പിക്കുന്നുണ്ട്. പരദേശിയെ ഹൃദയത്തോട് ചേർത്ത്, അതും ദൈവരാജ്യ പ്രവർത്തനത്തിന്റെ ഒരു ആവശ്യമാണ്. ദൈവജനമേ, കുർബാനയ്ക്കോ നോമ്പിനോ ആരാധനയ്ക്കോ ഒക്കെ അപ്പുറമായി അതിൻ്റെ കൂടെ തന്നെ പ്രവർത്തികളിലേക്ക് നാം കടന്നു ചെല്ലുന്നില്ലെങ്കിൽ ദൈവത്തെ കണ്ടെത്തുക എന്നത് പ്രയാസകരമാണ്. അതര വ്യായാമങ്ങൾക്കപ്പുറം തിരുവചനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞ 6 കൂട്ടം കാര്യങ്ങളെ
പ്രവർത്തിക്കുവാൻ സാധ്യമാകണം. ഇത് സാധ്യമാകാതെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു, എല്ലാ ദിവസവും കുമ്പിടുന്നു, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, എല്ലാ ദിവസവും ഉപവസിക്കുന്നു, ഞാൻ ദശാംശം കൊടുക്കുന്നു, കാര്യമില്ല. ദൈവജനമേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പള്ളിയിൽ കുടിമരം കൊടുത്തത് കൊണ്ടോ, പള്ളിക്ക് ഇന്ന കാര്യം കൊടുത്തത് കൊണ്ടോ, നീ 100 വീട് വെച്ച് നിർമ്മിച്ചത് കൊണ്ടോ, അതൊന്നും ഇവിടെ അത് ക്രെഡിറ്റ് ആയിട്ട് വരുന്നില്ല. ഇവിടെ വരുന്നതോ എളിയവനെ ആദരിക്കുന്നോ, എളിയവനെ ചേർത്ത് കൊള്ളുന്ന ഇടമായി എന്റെ ജീവിതം മാറുമ്പോൾ ആ ജീവിതത്തിലാണ് ദൈവം സംപ്രീതനാകുന്നത്. പ്രിയ ദൈവജനമേ, നമുക്ക് ഏറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിത വഴികളിൽ എളിയവരെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്ന ഭാവം ഉണ്ടെങ്കിൽ ഇത് മാറ്റി നിർത്തപ്പെടേണ്ടിയിരിക്കുന്നു. തടവിലായിരുന്നവനെ നികൃഷ്ടനെ നിന്നുവെങ്കിൽ മാറ്റമുണ്ടാകും. അവിടെ ചെന്നവനെ കാണുവാനിടയാകും. രോഗിയായിരിക്കുന്നവരെ കാണുമ്പോൾ ദൈവം ഒരുക്കുന്ന അവസരത്തെ ഓർത്ത് അവനെ ശുശ്രൂഷിക്കേണ്ടപ്പോൾ ഒരു ദിവസം ജീവിതത്തിൽ 1 വർഷത്തിൽ 1 ദിവസമെങ്കിലും അന്യനായ രോഗിക്ക് ഒരു ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ ജീവിതം കൊണ്ട് ഇടയാകും. വോളണ്ടറി ആയിട്ട് ചെയ്യാൻ തയ്യാറാകുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി. ഇതാണ് ക്രിസ്തു സാക്ഷ്യം എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ സമയവും മലയിൽ പ്രാർത്ഥിക്കുന്നതോ ജനക്കൂട്ടത്തിനൊടുവിൽ പ്രാർത്ഥിക്കുന്നതോ എപ്പോഴും തിരുവചനത്തെ പ്രസംഗിക്കുന്നതോ അല്ല ദൈവവചനത്തിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത്. ക്രിസ്തു സാക്ഷ്യം എന്ന് പറയുന്നത് ദുർബലരായ ആളുകൾ. എന്താണ് ദുർബലത എന്ന് ക്രിസ്തു പറയുന്നു? എന്താണ് ദുർബലതയുടെ ആളുകളുടെ പ്രത്യേകത? വിശക്കുന്നിരിക്കുന്നവന്, ദാഹിക്കുന്നവന്, രോഗിയെ, തടവില്, പരദേശി, വസ്ത്രമില്ലാത്ത ഈ ഒരൊക്കെ അവസ്ഥകളെയാണ് ദുർബലത എന്ന് പറയുന്നത്. ഈ ദുർബലതകൾക്ക് ആശ്വാസം നൽകേണ്ടപ്പോഴും നമുക്കിടയാകുമ്പോൾ നമ്മുടെ ജീവിതം ശ്രേഷ്ഠകരമായി തീരും. ഈ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കൂട്ടി നോമ്പിന്റെ മിച്ചങ്ങളെ നിങ്ങളൊക്കെ ഉപവാസത്തിന്റെ മിച്ചങ്ങളെ മാറ്റിവെക്കണം. എല്ലാ പള്ളിയും പറയാറുള്ള കാര്യമാണ്. നോമ്പിൽ ഉപവസിക്കണമെന്നാണ് പറയുന്നത്. മൺഡേ ടു ഫ്രൈഡേ ഉപവസിക്കണം. ഉപവസിക്കുമ്പോൾ എന്ത് ചെയ്യും? ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മാറ്റിവെക്കും. ബ്രേക്ക്ഫാസ്റ്റ് മാറ്റിവെച്ച് എന്ത് ചെയ്യും? നമ്മൾ ഈവനിങ്ങിൽ അത് കഴിക്കാൻ വേണ്ടി ആയിരിക്കരുത് മാറ്റിവെക്കുന്നത്. ആ പൈസ, ആ ഫുഡ് എത്ര നമ്മൾ കഴിക്കുന്നതോ ആ ഫുഡിന്റെ പൈസ മാറ്റിവെച്ചുകൊണ്ട് അത് നമുക്ക് നോമ്പിന്റെ അവസാനം 50 നോമ്പ് വീടുന്ന ദിവസം ആ നോമ്പിന്റെ പുണ്യമായി അത് ദാനം ചെയ്യാൻ തക്ക ഇടയാകണം. മുസ്ലിങ്ങളൊക്കെ റമദാനിലൊക്കെ നോമ്പ് നോക്കുമ്പോൾ സക്കാത്ത് കൊടുക്കാറുണ്ട്. എന്ത്? നോമ്പ് നോക്കാൻ പറ്റാത്ത വ്യക്തിക്ക് എന്ത് ചെയ്യും? നോമ്പിനോടൊപ്പം അതിന്റെ പിഴയായിട്ട് കൊടുക്കും. അതോടൊപ്പം തന്നെ അവരുടെ നോമ്പ് അവസാനിക്കുമ്പോൾ സക്കാത്ത് കൊടുക്കണമെന്ന് നിർബന്ധമാണ്. നോമ്പ് നോറ്റതിന്റെ പുണ്യം ലഭിക്കും. ആർക്കെങ്കിലും ദുർബലർക്ക് കൊടുക്കാനിടയിൽ അവർ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ എത്ര പേർ ചെയ്യാറുണ്ട്? നോമ്പിന്റെ അവസാനം എന്റെ നോമ്പിന്റെ ഉപവാസം, നോമ്പിന്റെ മിച്ചം സമൂഹത്തിൽ ദുർബലരായ ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ വിനിയോഗിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലേക്ക് മാറാനിടയാകുമ്പോൾ അവിടെയാണ് നോമ്പ് അംഗീകരിക്കപ്പെടുന്നത്, നോമ്പ് സുഗന്ധമായി തീരുന്നത്, സ്വർഗത്തിലേക്ക് നമ്മളെ കരയേറ്റുന്നതായി തീരേണ്ടത്. ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. പ്രിയ ദൈവജനമേ, ക്രിസ്തു നമുക്ക് വലിയൊരു ഓഫറാണ് വെച്ചിരിക്കുന്നത്. വലതുവശത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇമ്പകരമായ ശബ്ദങ്ങൾക്ക് ഇടയാകണമെങ്കിൽ നീ ഇന്നതൊക്കെ ചെയ്യണം. എളിയവരെ ചേർത്തുകൊണ്ട് എളിയവർക്ക് വേണ്ടി നീ എന്തൊക്കെ ചെയ്യണമെന്നാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ കൊണ്ട്, നമ്മുടെ സമൂഹ ജീവിതം കൊണ്ട്, നമ്മുടെ പള്ളി ജീവിതങ്ങളെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ പള്ളിയുടെ പലപ്പോഴുള്ള പ്രവർത്തികൾ പള്ളികൾക്കൊക്കെ വിപുലത സംഭവിക്കുന്നുണ്ട്, നമ്മുടെ ചുറ്റുപാടുകൾക്ക് വിപുലത സംഭവിക്കുക. പക്ഷേ പള്ളിയിലെ ദുർബലരായ, നമ്മുടെ ദേവാലയങ്ങളിലെ ചുറ്റുപാടുമുള്ള ദുർബലരായ ആളുകൾക്ക് നേരെ കണ്ണടയ്ക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് ദേവാലയം വളർന്നിട്ട് കാര്യമില്ല, വ്യക്തികൾ വളർന്നിട്ടും കാര്യമില്ല. ദൈവജനമേ, നമ്മൾ ആർക്കും നീളത്തിൽ രോഗികൾക്ക് ആശ്വാസം, പരദേശിക്ക് ആശ്വാസം, വിശക്കുന്നവന് ആശ്വാസം, ദാഹിക്കുന്നവന് ആശ്വാസം, ഇത്തരം ആശ്വാസമായി എന്റെയും നിങ്ങളുടെയും ജീവിതം മാറുമ്പോൾ ശ്രേഷ്ഠകരമായ അനുഭവം മാറും. അത്തരം ഒരു അനുഭവത്തിലേക്ക് ആയി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ബലപ്പെടുത്തിയിട്ടൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനൊരു അവസരം എനിക്ക് ഒരുക്കി തന്നു പ്രിയപ്പെട്ട IBS-നോടും കുടുംബത്തോടും ഇതോടൊപ്പം തന്നെ ഇടവാങ്ങിലുള്ള പത്മൂർ സമാജത്തിന്റെ പ്രവർത്തകർ എല്ലാവരോടും നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാവുന്ന പ്രത്യാശയിൽ ക്രിസ്തു യേശുവിൽ നോമ്പിന്റെ വലിയ സുഗന്ധം പരത്തുന്നതായി മാറുവാൻ ദൈവം നമ്മളെല്ലാവരെയും ബലപ്പെടുത്തിയിട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛന്റെ വാക്കുകൾക്ക് നന്ദി അറിയിക്കട്ടെ. പരിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹൗ ഷുഡ് ബി അവർ പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റി, ഇതായിരുന്നു അച്ഛന്റെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടത്. We are theological Christians, but we are not practical Christians. നമുക്ക് തിയോളജി പറയാനും പ്രസംഗിക്കാനും ദൈവത്തെക്കുറിച്ച് പറയാനും ഒക്കെ എളുപ്പമാണ്. Can be we practical? അതായിരുന്നു അച്ഛന്റെ ചോദ്യം. ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് ചെയ്യുക എന്നുള്ളതല്ല.
ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അർത്ഥം ഉണ്ടാകുന്നത്. വിശുദ്ധ യോഹന്നാന്റെ ലേഖനം അതാണ് നമ്മോട് പറയുന്നത്. ഒരുവൻ സ്നേഹിതനെ ഇഷ്ടപ്പെടാതെ ദൈവത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവൻ കപടഭക്തൻ, കള്ളനും കപടഭക്തനും ഒക്കെയാവും. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതല്ല ക്രിസ്തു ആഗ്രഹിക്കുന്ന ദൈവസ്നേഹം എന്ന് പറയുന്നു. അതുകൊണ്ട് ആ ദൈവസ്നേഹത്തിലൂടെ വളർന്നു വരുമ്പോഴാണ് അതിന് പൂർണ്ണത ഉണ്ടാകുന്നത്. നോമ്പൊക്കെ അനുഷ്ഠിക്കുമ്പോൾ പറയാറുണ്ടല്ലോ, നോമ്പിന്റെ പൂർണ്ണത അതിൽ നിന്ന് ലഭിക്കുന്ന സുഗന്ധം, അനുഭവം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ്. ആ ജീവിത അനുഭവങ്ങൾ ദൈവസന്നിധിയിൽ പൂർണ്ണതയോടെ നേടുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാവണം. പ്രിയപ്പെട്ട അച്ഛനോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായി അറിയിക്കുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകളിലെല്ലാം ദൈവം തമ്പുരാൻ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിനോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട ഗ്രിഗറി വർഗീസ് അച്ഛൻ്റെ വാക്കുകൾക്ക് പ്രത്യേകമായി നന്ദി പറയുകയും ഗ്രിഗറി വർഗീസ് അച്ഛനെയും കുടുംബത്തെയും പ്രാർത്ഥനയെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ പാവപ്പെട്ട വ്യക്തികൾക്ക് ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിപ്പാനും ജീവിതത്തിൽ പ്രായോഗികമായ ജീവിതത്തിൽ നമുക്ക് കർത്താവിൻ്റെ പ്രമാണങ്ങൾ പ്രായോഗികമാക്കുവാനും സഹായിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയുടെ സമയമാകുന്നുവല്ലോ. കുറവുകൾ ക്ഷമിക്കണമേ ദൈവമേ. എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ താഴ്ത്തി വെച്ചുകൊണ്ട് നമ്മുടെ മധ്യേ കടന്നു വന്ന ദൈവത്തെ, കർത്താവിനെ, നമ്മുടെ ശബ്ദം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിനെ ഒരുമിച്ച് ഇത്രയും ആളുകൾ ഒരേ ആത്മാവിൽ വരുമ്പോൾ നമ്മുടെ മധ്യേ എഴുന്നള്ളി വന്ന കർത്താവിനോട് കുറവുകൾ ഏറ്റു പറഞ്ഞുകൊണ്ടും എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ടും അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന വിലയേറിയതാകുന്നുവല്ലോ. മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് സഹായിപ്പാൻ കൃപ തരണമേ എന്ന് യാചിക്കുന്നു. വീണ്ടും ധ്യാനപ്രസംഗം നടത്തി ദൈവത്തിന്റെ വചനങ്ങൾ ദൈവം നന്ന ദൂത് നമ്മെ കേൾപ്പിച്ച അച്ഛനെയും കുടുംബത്തെയും കൂടെ വന്നിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. ഒരുമിച്ചാണ് നാം പ്രാർത്ഥിക്കുന്നത്. എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളും ഒരേ ആത്മാവിൽ ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ തമ്പുരാൻ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും നാം വന്ന് പാർക്കുന്നതായ രാജ്യത്തെയും വിട്ടുവന്ന രാജ്യത്തെയും എല്ലാവരെയും ഒരുപോലെ ദൈവം അനുഗ്രഹിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യണമെന്ന് യാചിക്കാം. പരിശുദ്ധ ബാവ തിരുമേനിയെയും നമ്മുടെ സഭയുടെ എല്ലാ സഭാ നേതാക്കളെയും അനുഗ്രഹിക്കണമേ. ഏറ്റവും ഭംഗിയായി അവരുടെ സ്തുത്യർഹമായി അവരുടെ സേവനം അനുഷ്ഠിപ്പാൻ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല നിർവഹിക്കാൻ സഹായിക്കണമെന്ന് കുരിശിന്റെ ചുവട്ടിൽ ഒരുമിച്ച് ഒരേ ഐക്യമത്യത്തോടെ പ്രവർത്തിക്കാൻ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ അഭിഷിക്തരെയും ദൈവവേലയ്ക്കായി പ്രതിഷ്ഠിക്കുന്ന എല്ലാവരെയും പേരുപേരായി സമർപ്പിക്കാം. എല്ലാ ആത്മീയ സംഘടനകളെയും, പ്രത്യേകിച്ച് മർമ്മറിയ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും, നമ്മുടെ ഈ ഭദ്രാസനത്തെയും അഭിവന്ദ്യ തിരുമേനെയും എല്ലാ അച്ഛന്മാരെയും കുസുമമാരെയും സമർപ്പിക്കുന്നു. ആൾട്ടർ ബോയ്സിനെ, ചമാശന്മാര്, സിസ്റ്റർമാര്, ജോലി ചെയ്തുകൊണ്ട് തന്നെ സുവിശേഷ വേല അറിയിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. രോഗാവസ്ഥയിലിരിക്കുന്ന എല്ലാ അഭിഷിക്തരെയും അൽമാരെയും സമർപ്പിക്കുന്നു. പൈങ്ങോലിയച്ചൻ, അന്നമ്മ ഫിലിപ്പ്, ജോസഫ്, ജെസ്സി ജോർജ്, 52 വയസ്സുള്ള ജെസ്സി ജോർജ് കിഡ്നി ഫെയിലിയർ ആയിരിക്കുന്നു. നിഷ, ബെഞ്ചമിൻ, സാബു, ജേക്കബ്, ലിസി, നിലിയാമ, ജോർജ്, സുസമ്മ, അലക്സ്, മാത്യു, ഇവരെല്ലാവരെയും സമർപ്പിക്കുമ്പോൾ ഇതുവരെയും നമുക്ക് സൗഖ്യം ലഭിച്ച എല്ലാവർക്കും വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ടും എല്ലാവരുടെയും മനസ്സിലുള്ള ആവശ്യത്തിലിരിക്കുന്ന രോഗാവസ്ഥയിലുള്ള എല്ലാ മക്കളെയും ഒരുമിച്ച് സ്തോത്രത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യാം. ബർത്ത്ഡേസ് ആയിരിക്കുന്ന എല്ലാ മക്കളെയും സ്കൈ, ബേബി, നിഷ, കൃപ, റേച്ചൽ എന്ന കുഞ്ഞുങ്ങളെയും ഒരുപോലെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. വെഡിങ് ആനിവേഴ്സറി ആയിരിക്കുന്ന എല്ലാവരെയും സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു.
യാത്രയിലായിരുന്ന എല്ലാ മക്കളെയും പ്രത്യേകിച്ച് ഒരു വാചകവും കൂടി സ്തോത്രത്തോടെ സമർപ്പിക്കാനുണ്ട്. എൻ്റെ കുടുംബത്തിലും വളരെ വിഷമത്തിലും രോഗാവസ്ഥയിൽ ഇരുന്നിരിക്കുന്ന ഞങ്ങൾ കുടുംബത്തോടെ യാത്ര ചെയ്ത് ക്ഷേമമായി വരുവാൻ അനുവദിച്ച ദൈവത്തിന് ഒത്തിരി സ്തോത്രം പറയുന്നു. അതേപോലെ തന്നെ അഭിവന്യ തിരുമേനി, ഷീന, ഐസക്കച്ചൻ, അതുപോലെ എല്ലാ നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ ചെയ്ത് യാത്ര ചെയ്ത മക്കൾക്ക് വേണ്ടി സ്തോത്രം പറയുകയും യാത്രയിലിരിക്കുന്നവരെ ദിവസം സമർപ്പിക്കുകയും ചെയ്യുന്നു. ദീർഘനാളായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മക്കളുണ്ട്. പ്രത്യേകിച്ച് രേഷ്മ സഞ്ജോ ദമ്പതികൾക്കുണ്ടായ ലൈറ സാറ സഞ്ജോനെ ഓർത്ത് സ്തോത്രം പറയുന്നു. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന എല്ലാ ദമ്പതികളെയും, പ്രത്യേകിച്ച് ബാനില, ബീന, ബെറ്റ്സി, ബെറ്റി, ഷെറിൽ, ചിന്നു, ചിത്ര, ക്രിസ്മേരിയ, ക്രിസ്റ്റി, സിജി എന്ന മക്കളെ സമർപ്പിക്കുന്നു. പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും, പ്രത്യേകിച്ച് പാർട്ട്നേഴ്സ് ലഭിച്ചിട്ട് ദൈവത്തിനായിട്ട് സമർപ്പിച്ചിരിക്കുന്ന മക്കൾ അലക്സ്, സെറിൽ, ജോജി, ടീന, ടിജ, മറിയ, താര, ബാക്കി എല്ലാ മക്കളുടെ മനസ്സിലുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ജനറേഷന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ദിവസമാകുന്നുവല്ലോ. ഗർഭസ്ഥ ശിശുക്കൾ മുതലുള്ള എല്ലാ ശൈശവപ്രായം, ബാല്യപ്രായം, യൗവനപ്രായം, പഠനത്തിലുള്ള കുഞ്ഞുങ്ങള്, ലഹരിക്കും ഇന്റർനെറ്റിനും ഒക്കെ അടിമയായി പോകുന്നവര്, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങള്, മുൻപേ ദൈവരാജ്യവും നീതിയും അന്വേഷിക്കാനുള്ള കൃപ കൊടുക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ജോയൽ, ജിയാൻ, മാത്യു ഇവർക്ക് വേണ്ടി സ്തോത്രം പറയുന്നു. റോഷിനിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അഭിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. എക്സാം എഴുതുന്ന ഒത്തിരി കുഞ്ഞുങ്ങള് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. സാം, മേഹ, നീൽ, ജിയ. അതോടുകൂടി നമ്മൾ എല്ലാ ഭവനങ്ങളിൽ നിന്നും പരീക്ഷിക്കാൻ വിവിധ പരീക്ഷ ഇന്റർവ്യൂവിന് പോകുന്നു എല്ലാ കുഞ്ഞുങ്ങളെയും ദിവസം സമർപ്പിക്കുന്നു. പല സൂയിസൈഡ് ടെൻഡൻസി, ഡിപ്രഷൻ, ഭാവി എന്തെന്ന് നിശ്ചയിക്കാൻ വയ്യാതെ നല്ല പഠിക്കാനായിട്ട് സമർത്ഥരാണെങ്കിലും പഠനത്തിൽ താഴോട്ട് പോവുകയും ഭാവി എന്തെന്നറിയാതെ വിഷമിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദിവസം സമർപ്പിക്കുന്നു. ആൻ, എലിസബത്ത്, ഹന, കരോളിൻ, ആൽബിറ്റ്, ലോറൻസ്, റോഹൻ, ഈ എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാവരുടെയും വീടുകളിലുള്ള ലോകമെമ്പാടും കുഞ്ഞുങ്ങളെ ജോലിയിലിരിക്കുന്നു, ജോലി സ്ട്രെസ് ഉള്ളവരും കുടുംബജീവിതം നയിക്കുന്നു, സമാധാനമില്ലാത്ത മക്കളെ, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ എല്ലാം ദിവസം സമർപ്പിക്കുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വിനു, മെറീന, വിവാഹം ഇപ്പോൾ കഴിഞ്ഞവരും ഇനിയിപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരുമായിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗ്രിഗറി വർഗീസ് അച്ഛൻ ഏർപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ആ സംഘടന പ്രകാശധാരയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ആശ്രയ, കാരുണ്യ നിലയം, പ്രശാന്തം, പൂജ, ഡിമെൻഷ്യ, അൽസിമസിനും വേണ്ടിയും വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ശുശ്രൂഷ ചെയ്യുന്നവരുടെ എല്ലാ സന്നദ്ധ സംഘടനകളെയും ദിവസം സമർപ്പിക്കുന്നു. മണപ്പള്ളി ചർച്ചിന് വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ട് കാൽഗറി, എഡ്മണ്ടൺ, സെന്റ് ഗ്രിഗോറിയോസ് ഹ്യൂസ്റ്റൺ, സെന്റ് ഗ്രിഗോറിയോസ് ഡിട്രോയിറ്റ്, സൗത്ത് വെസ്റ്റ് ഫ്ലോറിഡയിലെ സെന്റ് മേരീസ് ചർച്ച്, സെയിന്റ് ബർണബാസ് ചർച്ച്, അറ്റ്ലാന്റ ചർച്ച്, ഫിലിപ്പിച്ചന്റെ ചർച്ച്, ധാരാളം ചർച്ചുകൾ ആഗ്രഹിക്കുകയും കോൺഗ്രിഗേഷൻ ചർച്ചിന് വേണ്ടി ആഗ്രഹിക്കുകയും കൺസ്ട്രക്ഷന് വേണ്ടി ഏർപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ദേവപുരാൻ അതിന് പഠന അതിന്റെ കൺസ്ട്രക്ഷൻ എല്ലാം പൂർത്തിയാക്കി എത്രയും വേഗം അവർക്ക് ഒന്നിച്ച് ദൈവസന്നിധി സ്തുതിക്കുവാനുള്ള ഒരു ദൈവാലയം നിർമ്മിക്കപ്പെടുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ എല്ലാ അഭിഷിക്തരെയും ദൈവം അല്ലാതെ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. എപ്പിഫാനിയോസ് തിരുമേനിയുടെ ഓർമ്മയായിരുന്നല്ലോ, എല്ലാം ഭംഗിയായി നടന്ന ഓർത്ത് സ്തോത്രം ചെയ്യാം. എല്ലാ അഭിഷിക്തരെയും ആത്മാക്കളെ സമർപ്പിക്കുന്നു. കിരൺ രാജിന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ദുഃഖിക്കുന്ന മക്കളെ എല്ലാം ഓർക്കുന്നു. അച്ഛന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ദിവസത്തിലേക്ക് വാങ്ങിപ്പോയ എല്ലാ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെ സമർപ്പിക്കുന്നു. ചെറിയ പ്രായത്തില് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടിട്ട് അവരെ ഓർത്തിപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദിവസത്തിൽ സമർപ്പിക്കുന്നു. പല വിധത്തിൽ വിഷമിക്കുന്ന ശാരീരികമായ വേദന, മാനസികമായ വേദന, ആരുമില്ലാതെ നാച്ചുറൽ കലാമിറ്റീസ്, യുദ്ധത്തിന്റെ പീഡ, പെർസിക്യൂഷൻ, പല വിധത്തിൽ ക്ലേശം അനുഭവിക്കുന്ന ലോകമെമ്പാടുമുള്ള മക്കളെ ദിവസത്തിൽ സമർപ്പിക്കുന്നു. നോമ്പിലേക്ക് പ്രവേശിക്കുന്ന നമുക്ക് ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കാനുള്ള ഒരു
വിളിയുണ്ടല്ലോ. അത് തക്ക സമയത്ത് ദൈവം നമ്മളെ അറിയിപ്പിക്കുമ്പോൾ ചെറുതും വലുതുമായ സഹായം എത്തിക്കുവാൻ നമുക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും അതിനുള്ള സന്നദ്ധത ഉണ്ടാകണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിട്ടുപോയ കാര്യങ്ങളും ദൈവസന്നിധിയിൽ വയ്ക്കുന്നു. പ്രിയപ്പെട്ട ഏലിയാമ്മ വർഗീസാണ് ഇന്ന് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ട ഏലിയാമ്മ വർഗീസിനെ കുടുംബത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ഏലിയാമ്മ വർഗീസ് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഏലിയാമ്മ. ഏലിയാമ്മ. ഏലിയാമ്മ ഉണ്ടോ? പുള്ളിക്കാരി മ്യൂട്ടിലായിരിക്കും. വേണ്ട പടം കാണുന്നുണ്ട്. ഏലിയാമ്മ മ്യൂട്ട് ഒന്ന് മാറ്റുമോ? അൺമ്യൂട്ട് ചെയ്യാമോ? ഇവിടെ എൻ്റെ പേരും കാണുന്നില്ല. ഫോൺ ഓക്കെ, ഇല്ല. വഴിയായിരിക്കും. ഫോൺ വഴി ആലീസ് എന്നാ ആന്റിയുടെ പേര്. ആലിസ് ഐഫോൺ എന്നുണ്ട്. ഞാനത് ആലീസ് ഓൾവേസ്. അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ചുരുക്കമായി പ്രാർത്ഥിച്ചാട്ടെ. ആരാ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം. അയ്യോ, അത് അൺമ്യൂട്ട് ആയി പോയി. മ്യൂട്ടായി. പ്രാർത്ഥിച്ചാ. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിതാവായ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, ഈ പകൽ സമയത്ത്, ഈ പ്രഭാത സമയത്ത് അവിടുത്തെ തൃപ്പാദത്തിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് വരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരു ദിവസം കൂടെ ഒരുക്കിയ ദൈവത്തിന് സ്തോത്രം. രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങിയപ്പോൾ കർത്താവേ, ഞങ്ങൾക്ക് കാവലായിരുന്ന ഇസ്രായേലിന്റെ പരിപാലകന് സ്തോത്രം. പ്രഭാത സമയത്ത് എഴുന്നേറ്റ് കണ്ണുകൊണ്ട് കാണുന്നതിനും ചെവി കൊണ്ട് കേൾക്കുന്നതിനും മൂക്കുകൊണ്ട് ശ്വസിക്കുന്നതിനും കൈകാലുകൾക്ക് ബലവും ശക്തിയും തന്ന് ഞങ്ങളെ കിടക്കയിൽ എഴുന്നേൽപ്പിച്ച ദൈവത്തിന് സ്തോത്രം. അത് ഞങ്ങളുടെ നന്മയൊന്നുമല്ലല്ലോ, അത് അവിടുത്തെ വിശ്വസ്തതയും രാത്രിയിലെ കരുണയും പ്രഭാത സമയത്ത് വിശ്വസ്തയും മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഇന്ന് ഇത്രയും പേരെ ഞങ്ങളെ ഒന്നിച്ച് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെ ഒരുക്കിയ ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ മഹത്വത്തിനായി തീരട്ടെ കർത്താവേ. അവിടുന്ന് പറഞ്ഞു, അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആകും എന്നരുളി ചെയ്ത ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങൾ പാർക്കുന്നിടത്തൊക്കെയും ഞങ്ങൾ പോകുന്നിടത്തൊക്കെയും ഈ ലോകത്തില് അശുദ്ധി ഉണ്ടെന്ന് ഇവിടുന്ന് അറിയുന്നുണ്ടല്ലോ. എന്നാൽ കർത്താവേ, ഞങ്ങളുടെ പിതാവായി വിശുദ്ധനായിരിക്കുന്ന പോലെ ഞങ്ങളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രിയപുത്രനെ അയച്ചു തന്ന കർത്താവിന്റെ തിരുരക്തത്താൽ ഞങ്ങളെല്ലാവരെയും ശുദ്ധീകരിക്കുമാറാകണമേ. പ്രാർത്ഥനയും യാചനയും അപേക്ഷകളും സ്തോത്രങ്ങളും കർത്താവെ വചനഘോഷവും എല്ലാം അവിടുത്തെ പരിശുദ്ധാത്മാവിനാ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ആത്മാവില്ലാതെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ പരിശുദ്ധാത്മാവ് അപേക്ഷ അയക്കുമാറാകട്ടെ. ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമാറാകട്ടെ. ഞങ്ങൾ ആരുമല്ല കർത്താവെ, അവിടുത്തെ കൃപയാൽ ജീവിക്കുന്നു. ഇന്ന് കർത്താവെ, വചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് എടുത്തു തന്ന ആ ദാസിനെയും അവിടുത്തെ അഭിഷക്തനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളും ഈ ലോകത്തിൽ പ്രവാസികളാണ്, ഈ ദേശത്ത് പ്രവാസികളാണ് കർത്താവെ. ഞങ്ങൾക്ക് നട്ടിട്ടില്ലാത്ത മുന്തിരിയും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലാത്ത വീടുകളും കർത്താവെ ഇവിടുത്തെ ഫലവും അനുഭവിച്ച് ഞങ്ങൾ ജീവിക്കുമ്പോൾ അനേകം ഞങ്ങളെപ്പോലെ തന്നെ പ്രവാസികളായി കർത്താവെ, അവരുടെ ഞങ്ങൾ വന്ന ആ വഴിയിൽ തുടർന്ന് കടന്നു വന്ന ആ ജനത്തെ കർത്താവെ
കൈകെട്ടിക്കൊണ്ടും തങ്ങളിട്ടുകൊണ്ടും ഞങ്ങളുടെ മധ്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ യേശുവേ ദാവീദ് പുത്ര ഇന്നച്ഛൻ കേൾപ്പിച്ചതുപോലെ ഞങ്ങൾ വിശന്നു ഭക്ഷിപ്പാൻ തന്നില്ല എന്ന് ഞങ്ങളോട് തീർച്ചയായും കർത്താവ് ചോദിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ആ സ്ഥാപിക്കപ്പെട്ടവരെന്നുള്ള വാക്കുകൾ കേൾക്കാതിരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ കർത്താവിന്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ സഹായം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനീതി കണ്ട് മിണ്ടാതിരിക്കുവാൻ ഞങ്ങൾ ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സത്യം അസത്യമാക്കിയും അസത്യം സത്യമാക്കുമാകുന്ന ഈ നാളുകളിൽ ഇരുട്ടിലേക്ക് ഞങ്ങൾ വീണു പോകുന്നു കർത്താവേ. സത്യവും നീതിയുമില്ലാതെയാവുന്നു കർത്താവേ. പ്രവാസിക്കും പരദേശിക്കും ഒരേ നിയമമായിരിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ യഹോവയായ ദൈവവും പഠിപ്പിച്ചു. എന്നാൽ കർത്താവേ, ലോകം സത്യത്തെ മറച്ചു കളയുന്നു, അസത്യം ജയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ. വേദനയുണ്ടത് കാണുമ്പോൾ കർത്താവേ, സങ്കടമുണ്ട് കാണുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ചുറ്റിലും വീടുകളില്ലാതെ പാർക്കുന്നവരുണ്ട്, ഭയപ്പെട്ട് പാർക്കുന്നവരുണ്ട്. ഞങ്ങൾ നിർമ്മിച്ചിട്ടില്ലാത്ത വീടുകളിൽ ഞങ്ങൾ പാർക്കുന്നു. ഞങ്ങൾക്ക് ലജ്ജയാകുവാൻ തക്കവണ്ണം ഇന്ന് കർത്താവ് ദാസനെ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ കർത്താവേ. എല്ലാ വചനങ്ങൾക്കായിട്ട് സ്തോത്രം. ഇങ്ങനെയുള്ള ദുഃഖവും പ്രയാസവും സങ്കടവും അനുഭവിക്കുന്നവരെ കർത്താവേ, ഞങ്ങളുടെ മനസ്സലിവുള്ള പിതാവും സർവാശ്വാസം നൽകുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായതായും വാഴ്ത്തപ്പെട്ടവനായ ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് കേൾപ്പിച്ചതായ എലിസബത്ത് വായിച്ച എല്ലാ ലിസ്റ്റുകളിലുള്ളതായ പേരുകളല്ലാതെ കർത്താവെ, അനേക പേരുകൾ ഞങ്ങളുടെ കർത്താവിന്റെ സന്നിധിയിലുണ്ട്. ഈ കൂട്ടത്തിലുള്ള ആടുകളുടെ കൂട്ടത്തിലല്ലാത്ത അനേക ആടുകളുള്ള ഞങ്ങളുടെ കർത്താവിന്റെ കൃപയും കരുണയും എല്ലാവർക്കും ചൊരിമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിച്ച എല്ലാവർക്കും ദൈവം അവിടുന്ന് കർത്താവിന്റെ ആശ്വാസം കൊടുക്കുമാറാകട്ടെ. ഞങ്ങൾ കഷ്ടമനുഭവിച്ച ആശ്വസിച്ച കർത്താവെ, ഞങ്ങളെ ആശ്വസിച്ച് പല പ്രാവശ്യങ്ങൾ കർത്താവ് ഞങ്ങളെ ആശ്വസിപ്പിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും വീഴ്ചകളിലും താഴ്ചകളിലും ഞങ്ങളുടെ കുറ്റങ്ങളിലും കുറവുകളിലും ഒക്കെ അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ച കർത്താവ് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങളെ ശക്തരാക്കുവാൻ വേണ്ടി ഈ കൂട്ടായ്മയെ ദൈവം വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഇടവുകളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ, സഭയെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിലുള്ള സകല ക്രിസ്തുവിനെ അറിയുന്ന എല്ലാവർക്കും കർത്താവിന്റെ ന്യായവിധിയെ കുറിച്ചുള്ള ഭയം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഈ ചോദ്യം വന്ന് ഞങ്ങളോട് ചോദിക്കാതിരിക്കത്തക്കവണ്ണം ന്യായവിധിയെ കുറിച്ചുള്ള ഭയം ഉണ്ടാകുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കർത്താവിന്റെ തിരുസന്നിധി വരുന്ന കർത്താവേ, യുദ്ധം അഭ്യസിപ്പിക്കാത്ത ഒരു തലമുറ, യഹോവയുടെ വഴികളെ അറിയാത്ത ഒരു തലമുറ കർത്താവേ ഇസ്രായേൽ മക്കൾക്കുണ്ടായി. അതുപോലെ ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ കർത്താവേ തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുറികൾ ഒരു വീടും മീവൽ പക്ഷിയുടെ കുഞ്ഞുങ്ങൾക്ക് കൂടെ കണ്ടെത്തിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ഞങ്ങളുടെ ദേശത്തെ രാജ്യത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ പിഞ്ചു കുഞ്ഞുങ്ങളെയും എല്ലാ യുവതി യുവാക്കന്മാരെയും കർത്താവെ നഷ്ടപ്പെട്ടു പോകാതെ കാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ ഞങ്ങൾ നെച്ചൊരിമാറാകട്ടെ. ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് ലോകം നിറയുവാൻ ഇടയാകട്ടെ കർത്താവേ. ഇത് യോവേൽ സംവത്സരമായിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ നിറവുമുണ്ടായി ഞങ്ങളുടെ തലമുറയെ നേരെ വെച്ച് നയിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ദൈവം ജ്ഞാനം കൊടുക്കുമാറാകട്ടെ. അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുവാൻ ഞങ്ങൾക്കും അവർക്കും കർത്താവ് ജ്ഞാനം തരുമാറാകട്ടെ. കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വേണ്ട വിധത്തിൽ വളർത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല, ഉപദേശിച്ച് ഞങ്ങൾ വളർത്തിയിട്ടില്ല, ക്രിസ്തുവിന്റെ വഴിയിൽ നടത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. എങ്കിലും കർത്താവേ, ഞങ്ങളുടെ കർത്താവ് കോഴിതന്റെ കുഞ്ഞുങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ തോന്നുന്ന പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചേർക്കുവാൻ മനസ്സുള്ളവരായിരുന്നു. നിങ്ങൾക്കോ മനസ്സിലായില്ലെന്ന് പറയാതിരിക്കാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങൾക്ക് വേണം, അവിടുത്തെ സഹായം ഞങ്ങൾക്ക് വേണം, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് വേണം. ആ കൃപയില്ലാതെ ഞങ്ങളുടെ സ്വന്തം ബുദ്ധി കൊണ്ട് ചെയ്താൽ കർത്താവെ ഞങ്ങളുടെ വഴികളൊക്കെയും മരണ വഴികളാകുന്നു. കർത്താവിന്റെ വഴി ഞങ്ങൾക്ക് ഉപയോഗിച്ച് തരണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ ഞങ്ങളുടെ കർത്താവിന്റെ ശബ്ദം കേൾക്കുമാറാകട്ടെ, ഉപദേശിക്കുമാറാകട്ടെ. കർത്താവ് കുഞ്ഞുങ്ങളെ ചെറുകിൽ മറച്ചുകൊള്ളുവാറാകട്ടെ. കർത്താവെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും യുവതിവാക്കന്മാരെയും കർത്താവെ സകല ജനത്തെയും കർത്താവ് സകലത്തെ ജനത്തെയും ഈ സമയത്ത് സമർപ്പിക്കുന്നു. കർത്താവെ ലോകത്തിന്റെ നാനാഭാഗത്തുള്ളതായ അവിടുത്തെ സൃഷ്ടിയെ
അവിടുന്ന് ദൈവത്തിന് കാരണം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്കെല്ലാം തന്നിരിക്കുന്ന കൃപയ്ക്ക് വേണ്ടി സ്തോത്രം. എല്ലാം അവിടുത്തെ ദാനമാകുന്നു. ഞങ്ങളെ വെട്ടിയെടുത്ത കിണറിലേക്കും ഞങ്ങളെ കുഴിച്ചെടുത്ത ഖനികളിലേക്കും തിരിഞ്ഞു നോക്കുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ വന്ന വഴി മറക്കാതെ, ഇസ്രായേലിനെ പോലെ വന്ന വഴി മറക്കാതെ കർത്താവേ, വന്ന വഴി മറന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവിന്റെ വിളക്കുകളായി ഓരോ വിളക്കുകളായി ശോഭിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് അവിടെ ഇവിടെയായി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കർത്താവ് വരുമ്പോൾ ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുവാൻ ഇടയാക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അറിയുന്നില്ലെന്ന് പറയുവാൻ ഇടയാക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിവാഹത്തിന് കർത്താവിന്റെ കല്യാണത്തിന് ക്ഷണനക്കത്ത് ലഭിച്ചവരായി ആ ക്ഷണനക്കത്തും പ്രകാരം ഞങ്ങൾക്ക് വിവാഹ വസ്ത്രം ധരിച്ച് കറയും ചുളുക്കമില്ലാത്തവരാക്കി വിശുദ്ധവരായി ഞങ്ങളുടെ കർത്താവിന്റെ മുഖത്തെ പ്രകാശം കാണുവാൻ തക്കവണ്ണം ആ മുഖദേശത്ത് ദർശിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സ്നേഹിച്ച പിതാവിനോട് കൂടെ നിത്യരാജ്യത്തിൽ വാഴുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരും ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തന്നു പോകുന്ന കുറവുകളും കുറ്റങ്ങളും ഞങ്ങളുടെ സങ്കടങ്ങള്, ഞങ്ങളുടെ കടങ്ങള്, ഞങ്ങളുടെ കണ്ണുനീരുകളൊക്കെയും തുടച്ചു തരുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ സകലത്തെയും സകലരെയും സകല ദേശത്തെയും സകല ലോകത്തെയും യുദ്ധങ്ങളിൽ കഷ്ടപ്പെടുന്നവരെ, ഇസ്രായേൽ പിടിച്ചുകൊണ്ട് കർത്താവെ പ്രാണൻ ഭയത്തിലിരിക്കുന്നവരെ, അവരുടെ ശത്രുക്കളെ, അവരുടെ കുഞ്ഞുങ്ങളെ അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവെ സകല വേദനകളും സകല ഭാരങ്ങളും എൻ്റെ മേലിട്ടുകൊള്ളുവെന്ന് പറഞ്ഞ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഈ പ്രഭാ സമയത്ത് ഞങ്ങളെ നടത്തുന്ന അഭിഷിക്തന്മാരെ എല്ലാവരും ഓർത്ത് സ്തോത്രത്തോടെ, ഇവാനിൽ തിരുമേനിക്ക് വേണ്ടി സ്തോത്രം, ബാബാ തിരുമേനിക്ക് വേണ്ടി സ്തോത്രം, സകല പരിശുദ്ധന്മാർക്ക് വേണ്ടി സ്തോത്രം, സകല ശുശ്രൂഷന്മാർക്ക് വേണ്ടി സ്തോത്രം, നാനാ സഭകളിൽ ജോലി ചെയ്യുന്ന കർത്താവിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി സ്തോത്രം. കർത്താവെ സെമിനാരി പഠിക്കുന്നവർക്ക് സ്തോത്രം, അവരെ പഠിപ്പിക്കുന്നവർക്ക് സ്തോത്രം. അങ്ങനെ അനവധിയായി പറഞ്ഞു തീരാത്ത ദൈവത്തിന്റെ ദാനങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാകട്ടെ. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത വിധത്തിലും ചെവി കേട്ടിട്ടില്ലാത്ത വിധത്തിലും ആ ദൈവഹൃദയത്തിൽ തോന്നില്ലാത്ത ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഈ സമയത്ത് കർത്താവെ ഫോഴ്സ് റൂമിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെ, അനാഥശാല കഴിയുന്ന കുഞ്ഞുങ്ങളെ, മാനസിക വേദനയിലും മാനസിക ജയിലിലും കഴിയുന്ന കുഞ്ഞുങ്ങളെ, ശാരീരിക കർത്താവെ മറ്റേ ജയിലിൽ കഴിയുന്നവരെ, അങ്ങനെ പീഡനം അനുഭവിക്കുന്നവരെ, മറ്റുള്ളവരുടെ പീഡനം അനുഭവിക്കുന്നവർ അനേകരുള്ള ഈ ലോകത്തിൽ യേശുവേ ദാവീദ് പുത്ര അവിടുത്തെ കരുണപുത്രനെ കൂടെ ഞങ്ങൾ യാചിക്കുന്നു. പിതാവാൻ ദൈവമേ, സ്നേഹവാനും മനസ്സരിവും കാരുണ്യവാനുമായ കർത്താവിന്റെ പിതാവും പുത്രന്റെ നാമത്തിൽ സകലവും ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ ഓർക്കരുതേ, ഞങ്ങളോട് പകരം ചോദിക്കുവാൻ ഇടയാകരുതേ. ഇന്ന് കേൾപ്പിച്ചതായ അവൽവശത്തുള്ളവരോട് ചേരുവാൻ തക്കോടെ ഞങ്ങളെ കർത്താവ് എക്യുപ്മെന്റ് ആക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സകല കാര്യവും അവിടുത്തെ തൃക്കാലത്തിൽ സമർപ്പിക്കുന്നു. ത്രിയേക ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിച്ച് വാഴ്ത്തി ഞങ്ങൾ വീണ്ടും അവിടെ ഇവിടെയായി ഞങ്ങളുടെ ജോലികളിലൊക്കെയും പ്രവേശിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളെല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ. യാത്ര ചെയ്യുന്നവരോട് കൂടി ഇരിക്കണമേ, ജോലി ചെയ്യുന്നവരോട് കൂടി ഇരിക്കണമേ, ജോലിയില്ലാത്തവരെ സഹായിക്കണമേ, മക്കളില്ലാത്തവരുടെ കണ്ണുനീര് കാണണമേ. ഹന്നായുടെയും റാഹേലിന്റെയും മറ്റുള്ളവരുടെയും ഞങ്ങളുടെയും ഒക്കെ പ്രാർത്ഥന കേട്ട ദൈവം അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ അല്ലാത്തവരെ കർത്താവെ, പഠിക്കുവാൻ പ്രയാസമുള്ള കുഞ്ഞുങ്ങളെ, അങ്ങനെ എല്ലാവരെയും സമർപ്പിക്കുന്ന കർത്താവെ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ പുള്ളികളായി തീരാതെ കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും മറ്റേ കുഞ്ഞുങ്ങൾക്കും ദൈവം കൃപ കൊടുക്കുമാറാകട്ടെ. ഒന്നിച്ച് സ്നേഹത്തിൽ വസിക്കുവാൻ തക്കവണ്ണം, ഒന്നട കർത്താവെ ഭിന്നത കൂടാതെ സഭകളിലും എല്ലാം വസിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ എക്യുപ്മെന്റ് ആക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വഴി നടത്തുമാറാകണമേ. കർത്താവിന്റെ വരവിന് ഞങ്ങളെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ രക്ഷിതായ മസിഹായുടെയും പിതാവായ ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസം നമ്മളെല്ലാവരുടെ മേലും, നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും, ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും, സഭയിന്മേലും നാടിന്മേലും, നമ്മുടെ എല്ലാ ഇടവകകളിന്മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ അനുഗ്രഹീതമായ ദിവസത്തിന് ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയട്ടെ. നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുമ്പോൾ എത്രയോ പേര് വേർപാടിന്റെ ദുഃഖം അനുഭവിച്ചിരിക്കുന്നു. താങ്ക് യു ലോർഡ് ഫോർ ദിസ് ബ്ലെസ്ഡ് ഡേ.
Abhimanyu Tirumeni, respected Ebi Achan, respected Gregory Achan. Thank you for leading us in the ministry, prayer and message respectively. Gregory Acha, നിത്യജീവൻ ലഭിപ്പാൻ നാം എന്തെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു തന്നതിനായി താങ്ക് യു. നമ്മൾ പണത്തിന്റെ നിക്ഷേപമല്ല, മറിച്ച് സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും നിക്ഷേപമാണ് ചെയ്യേണ്ടത് എന്ന് എൻകറേജ് ചെയ്തു തന്നു. It is easy to read the scriptures, but next to impossible to implement those in our lives. നമ്മുടെ ജീവിതത്തിൽ അത് ആ വചനങ്ങൾ ഉൾക്കൊള്ളിക്കാൻ എത്രമാത്രം നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരും. I think it's time to ask ourselves, നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, how many of us can actually interact and leave aside serving, the category of people that Jesus mentioned in those scriptures. യേശു ക്രിസ്തു ചൂണ്ടിക്കാണിച്ച ആ കാറ്റഗറി ഓഫ് ആൾക്കാർ നമ്മൾ അവരുമായിട്ട് ഇന്ന് ഇന്ററാക്ട് ചെയ്യുമോ, അവരുമായിട്ട് ഡീൽ ചെയ്യുമോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. This Lent, let us endeavor to be true and practical Christians than just theological Christians, as Ebi Achan beautifully paraphrased. Thank you, Acha. Thank you for the wonderful message, Gregory Acha. ഇന്ന് വിശുദ്ധ ഗ്രന്ഥം വായിച്ച് കേൾപ്പിച്ച സൂസന്നാമ്മ ആൻറ്റി ആൻഡ് ഏലിയാമ്മ ആൻറ്റി, അവരോട് നന്ദി പറയുന്നു. നല്ല പഴയ ക്രിസ്തീയ ഗാനങ്ങൾ ആലപിച്ച് ഷേർലിയോടും സോനുവിനോടും നമുക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിച്ച ഏലിയാമ്മ വർഗീസ് ആൻറ്റിയോടും നന്ദി പറയുന്നു. Thank you to all the leaders of the diocesan MMVS core team and to Elizabeth Auntie for helping to coordinate this prayer. All the office bearers at various levels who have joined today. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവരും, പ്രാർത്ഥനയിൽ അപേക്ഷിച്ച് ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന് വിശ്വസിച്ച് ജോയിൻ ചെയ്ത എല്ലാവരെയും ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ച് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ കരുണയും ദയയും സ്നേഹവും അനുഗ്രഹവും എന്നും നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു വൺസ് അഗെയിൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.